നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള നിഴൽ യുദ്ധം കേരളത്തിന്റെ രാഷ്ട്രീയ സംസ്കാരത്തെ മലീമസമാക്കുകയാണ്. പണ്ടത്തെ നാട്ടുംപുറങ്ങളിലെ സദാചാര പോലീസുകാരെക്കാൾ തരംതാണ മോറൽ പോലീസിംഗാണ് സൈബർ ലോകത്തിപ്പോൾ നടക്കുന്നത്. ഇത്തരം ദുഷിച്ച സൈബർ അധിക്ഷേപത്തിൽ ഒരു CPM വനിതാ നേതാവാണ് ഒടുവിൽ ഇരയാകപ്പെട്ടത്. സ്വന്തം നഗ്നത മറയ്ക്കാൻ മറ്റുള്ളവരുടെ ഉടുതുണി പറിച്ചെടുക്കുന്ന രാഷ്ട്രീയ പാപ്പരത്വമെന്നാണ് CPM നേതാവ് KJ ഷൈൻ ഇന്നലെ തനിക്കെതിരായിട്ടുള്ള ഈ സൈബർ അധിക്ഷേപത്തെ വിശേഷിപ്പിച്ചത്. തനിക്കെതിരായ വ്യാജ പ്രചരണത്തിന്റെ കേന്ദ്രം പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസെന്നും KJ ഷൈൻ ആരോപിക്കുന്നു. തനിക്കെതിരെ ഇത്തരം വ്യാജ പ്രചരണം വരാൻ പോകുന്നുവെന്നൊരു കോൺഗ്രസ് പ്രവർത്തകൻ ഫോണിൽ വിളിച്ച് പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയെന്നും വ്യാജ പ്രചരണത്തെ ശക്തമായി നേരിടുമെന്നും KJ ഷൈൻ വ്യക്തമാക്കി. ചെറിയ ദിവസങ്ങളിൽ വലിയ രീതിയിലൊരു സൈബർ ആക്രമണം തന്നെ നേരിടേണ്ടി വന്നിരിക്കുന്നു. ടീച്ചർ എങ്ങനെയാണ് കാണുന്നത്? എങ്ങനെയാണ് ഇത് അതിജീവിക്കാനുള്ളൊരു ശ്രമങ്ങൾ? സൈബർ ആക്രമണം എന്ന് നമ്മൾ ഇപ്പോൾ ശൈലജ ടീച്ചർ വലിയ മോശമായ രീതിയിൽ അത് നേരിട്ടു. പല സ്ത്രീകളും ഇപ്പോൾ ഏറ്റവും അവസാനം കോൺഗ്രസ്സിലെ തന്നെ സ്ത്രീകളെ കോൺഗ്രസ്സുകാർ തന്നെ സൈബർ അറ്റാക്ക് ചെയ്യുന്ന അവസ്ഥയൊക്കെ നമ്മൾ കണ്ടു. അപ്പോഴൊന്നും നമുക്ക് ഇപ്പോൾ സ്വന്തം അനുഭവത്തിൽ വരുമ്പോഴാണല്ലോ അതിൻ്റെ തീവ്രത മനസ്സിലാകുക. അപ്പോൾ ആ ഒരു തീവ്രത എന്താണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിലൂടെ 100 പേരോട് നമുക്ക് അതിന് ആൻസർ ചെയ്യേണ്ടി വരുന്നു, അല്ലെങ്കിൽ എന്താണ് അത് വിശ്വസിച്ചിട്ടല്ല, പക്ഷേ എന്താ ടീച്ചറെ ഇതിങ്ങനെ കേൾക്കണേ, എന്താ ഇത് എന്തൊരു മോശമാണെന്നുള്ള രീതിയിൽ, ഇതാരാ ഇത് ചെയ്യുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പോൾ എല്ലാവരോടും നമുക്കിങ്ങനെ എനിക്ക് ഫോൺ കോളുകൾ ഇങ്ങനെ ഫോൺ എടുക്കാൻ നിലത്ത് വയ്ക്കാൻ പറ്റാത്ത വിധത്തിൽ ഉള്ളൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എന്നോട് പറഞ്ഞ കോൺഗ്രസ്സുകാരൻ പറഞ്ഞത് ടീച്ചർക്കെതിരെ ബോംബ് എന്നാണ്. അപ്പോൾ ഹൂ കെയേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ആളെ തിരിച്ചറിഞ്ഞില്ലേ? എനിക്കെതിരെ ബോംബ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്നേരം എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഇപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ബോംബ് പൊട്ടും എന്നുള്ളൊരു ആരൊക്കെയോ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇവിടെ. പക്ഷെ അത് ഇങ്ങനെ ഈ അടുത്തുള്ളവരെ അടുത്തറിയുന്നവരെ ഒക്കെ തന്നെ നമ്മളങ്ങനെ ഇപ്പോൾ രാഷ്ട്രീയത്തിന് അപ്പുറത്താണ് നിൽക്കുന്നതെങ്കിൽ പോലും നമ്മൾ വ്യക്തികൾ തമ്മിലൊരു ബന്ധമുണ്ടല്ലോ. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ചെയ്യുമോ എന്നുള്ളൊരു വിഷമത്തോടു കൂടി സങ്കടത്തോടു കൂടി അത് ആലോചിച്ചു. കോൺഗ്രസ് ആണ് ഇതിന് പിന്നിലെന്ന് തന്നെയാണ് ടീച്ചർ? തീർച്ചയായിട്ടും, ഉറപ്പായിട്ടും കോൺഗ്രസ് എന്നുള്ള ആ ഒരു ഒറ്റ ഇത് ഞാൻ കൊടുക്കുന്നില്ല. അതിനകത്തുള്ള ഏറ്റവും മ്ലേച്ഛമായ ജീർണിച്ച മാനസികാവസ്ഥയുള്ള കുറേ പേര് അതിൻ്റെ അകത്ത് കടന്നുകൂടിയിട്ടുണ്ട്, അധികാരത്തിനും പണത്തിനും വേണ്ടി. അങ്ങനെയുള്ള ആളുകൾക്ക് വേറെ മാർഗമൊന്നുമില്ല, ഇതിൽ പിടിച്ചു നിൽക്കുക, അതിനുവേണ്ടി ആ നല്ല രാഷ്ട്രീയത്തെ മോശപ്പെടുത്തുക. രാഷ്ട്രീയം എന്ന് പറയുന്നത് മനുഷ്യർക്ക് വേണ്ടിയാണ്, ഏത് രാഷ്ട്രീയമാണെങ്കിലും. അതിനെ വേറെ രീതിയിൽ ഉപയോഗിക്കുന്നവരാണ് അതിനെ മലീമസമാക്കുന്നത്. ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ആലോചിച്ചു. അപ്പോൾ ആലോചിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ പേരൊന്നും പറയുന്നില്ല, സ്വാഭാവികം അത് ആ രീതിയിൽ തന്നെ അത് പോകുമെന്നാണ് കരുതിയത്. പക്ഷേ 2-3 ദിവസം കഴിയുമ്പോഴേക്കാണ് ഇതിൻ്റെ രൂപവും ഭാവവും മാറുന്നത്. നമ്മൾ ആദ്യം കണ്ടായിരുന്ന ദോഷകരമായെന്ന് തോന്നിയ ഒരു സംഭവം വലിയ തോതിൽ വ്യക്തിപരമായിട്ട് ആളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള ആക്രമണത്തിലേക്ക് നീങ്ങുകയാണ്. അപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് സ്വാഭാവികമായിട്ട് ആദ്യം ഒരു ചെറിയൊരു വിഷമം ഉണ്ടായിട്ടുണ്ട്. പിന്നീട് നമ്മളതൊക്കെ അറിയാവുന്ന പോലെ നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ പാർട്ടിയും അതുപോലെ തന്നെ നമ്മുടെ പൊതുസമൂഹവും അതുപോലെ നമ്മൾ അറിയുന്ന നമ്മുടെ ബന്ധുക്കളും ഒക്കെ നമ്മുടെ കൂടെ നിന്ന് കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ ഉപരി പറയുന്നത് നമുക്ക് പറയാനുള്ള നമ്മുടെ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുമായി സംസാരിക്കുക. അവർ ജില്ലാ സെക്രട്ടറി വന്നു, എല്ലാം ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഒരുമിച്ച് നിന്നുകൊണ്ട് നമുക്ക് ഇതിനെ നേരിടണം എന്നുള്ള രീതിയിലുള്ള സപ്പോർട്ടും കൂടെ ആയപ്പോഴേക്കും നമുക്കൊരു ധൈര്യം കിട്ടി, നമ്മളത് നേരിടുകയാണ്. തീർച്ചയായും അതിനൊരു രാഷ്ട്രീയ അജണ്ടയുണ്ട്. അത് ആ രീതിയിൽ തന്നെയാണ് അത് രൂപീകരിക്കപ്പെട്ടത് എന്ന് തന്നെ അവർ വിശ്വസിക്കുന്നു. തീർച്ചയായും കോൺഗ്രസ്സുകാർ തന്നെ ഇതിൻ്റെ പിറകിലുണ്ട് എന്ന് ആ ടീച്ചർ പറയുകയും ചെയ്യുന്നു. കുടുംബത്തിൻ്റെയും പാർട്ടിയുടെയും പിന്തുണയോടുകൂടിയാണ് ഈ ഒരു വൈഷമ്യങ്ങളെ അതിജീവിച്ചത് എന്നവർ കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു. കേസും തുടർ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഷൈൻ ടീച്ചറും കുടുംബവും. എറണാകുളത്തെ CPM നേതാക്കൾക്കെതിരായ ആരോപണം എങ്ങനെ പുറത്തു വന്നെന്ന് KN ഉണ്ണികൃഷ്ണൻ MLA പ്രസ്താവനയിൽ വ്യക്തമായെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അത് തൻ്റെ തലയിൽ കെട്ടിവെക്കേണ്ടെന്നാണ് സതീശൻ പറയുന്നത്. KJ ഷൈനെതിരായ സൈബർ ആക്രമണത്തിന് പിന്നിൽ CPM തന്നെയെന്നാണ് എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ആരോപിക്കുന്നത്. ഇതെങ്ങനെയാണ് പുറത്തുപോയതെന്ന് അത് KN ഉണ്ണികൃഷ്ണന്റെ പ്രസ്താവനയിൽ വരികൾക്കിടയിൽ അദ്ദേഹം പറഞ്ഞല്ലോ, കോൺഗ്രസ് ആസൂത്രിതമായി തല്ല നടത്തിയിരിക്കുന്നത്. ഇത് അദ്ദേഹത്തെ വേട്ടയാടുവാണ് എന്നാ പറയും. ഇതെങ്ങനെയാണ് ഈ വാർത്ത പുറത്തു പോയതെന്ന് CPM അന്വേഷിക്കുന്നതായിരിക്കും നല്ലത്. ഏത് യൂട്യൂബ് ചാനലിലാണ് ആദ്യം ഇത് വന്ന് നിങ്ങൾ അന്വേഷിക്കും. ഞാൻ കോൺഗ്രസ്സുകാർ ആരും കൊടുക്കുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, കൊടുക്കുന്നുണ്ടാവും. കാരണം കഴിഞ്ഞ 1 മാസമായിട്ട് നിലനിൽക്കുന്ന CPM കോൺഗ്രസ് സംഘർഷത്തിന്റെ ഭാഗമായിട്ട്
ചെയ്യുന്നുണ്ടാവും. അതിന് എൻ്റെ തലയിൽ വെക്കണ്ട. ആര് ഇപ്പോൾ എൻ്റെ വീട്ടിലേക്ക് കാളയായിട്ട് പ്രകടനം, എൻ്റെ വീട്ടിലേക്ക് കോഴിയായിട്ട് പ്രകടനം, ഇത് ഞാനും ചെയ്തിട്ടില്ല. ഞാനാണ് കേസിൽ പ്രതി. ഇന്ന് CPM-ന്റെ വനിതാ നേതാക്കന്മാർക്ക് പോലും അവരുടെ പൊതുജീവിതവും രാഷ്ട്രീയ ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിൽ അവർക്കെതിരായി ദുരാരോപണങ്ങൾ CPM തന്നെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എവിടെ നിന്നാണ് ഈ ആരോപണമുണ്ടായത്, ആരാണ് ആദ്യം ഈ ആരോപണങ്ങൾ ഉന്നയിച്ചത്, എവിടെ നിന്നാണ് ഉണ്ടായതെന്ന് CPM ഇതുവരെ അന്വേഷിച്ചിട്ടുണ്ടോ? എത്രയോ ദിവസക്കാലമായി വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള CPM നേതാക്കന്മാരുൾപ്പെടെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുൾപ്പെടെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളാരും അത് പൊതുസമൂഹത്തിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ ഞങ്ങളാരും എഴുതിയിട്ടില്ലല്ലോ. ഞാനൊരു DCC പ്രസിഡന്റ് അല്ലേ. എനിക്ക് ഈ വിവരം ഈ മാധ്യമത്തിൽ വരുന്നതിന് എത്രയോ ദിവസക്കാലം മുമ്പ് എന്നോട് വിവിധ ആളുകൾ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു തെളിവില്ലാതെ നമ്മൾ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ഉന്നയിക്കാൻ സാധിക്കുക? അപ്പോൾ ആ തെളിവില്ലാത്ത കാര്യം നിരന്തരം പറഞ്ഞ് അത് പിന്നീട് ഒരു പത്രത്തിൽ വാർത്തയായി വന്നു. ആ വിഷയമാണ് പിന്നീട് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചയായത്. സാമൂഹ്യ മാധ്യമങ്ങൾ ആർക്കാണ് നിയന്ത്രിക്കാൻ സാധിക്കുക? ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് നിയന്ത്രിക്കാൻ സാധിക്കുക? വിശദാംശങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ഡാനി, അങ്ങേറ്റം തരം താണൊരു രാഷ്ട്രീയ സംസ്കാരമാണ് കേരളത്തിൽ ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. അതായത് സമൂഹ മാധ്യമങ്ങളിലൂടെ മറ്റുള്ളവർക്ക് നേരെ അങ്ങേറ്റം മോശമായ രീതിയിലുള്ള അധിക്ഷേപങ്ങൾ നടക്കുന്നു. പലപ്പോഴും രാഷ്ട്രീയത്തിൽ എപ്പോഴും ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാകാം. പക്ഷേ ഇത് സ്ത്രീ വിഷയം ഉയർത്തിക്കൊണ്ട് ഒരാളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രവണത ഈ സമീപകാലത്തായി രൂപപ്പെട്ടു വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് മറ്റുള്ളവരുടെ വീട്ടിൽ അല്ലെങ്കിൽ മറ്റു വ്യക്തികൾക്ക് നേരെ ഈ അധിക്ഷേപം ഉണ്ടാകുമ്പോൾ ഒരു പക്ഷേ അതിൻ്റെ വേദനയോ വിഷമമോ നമുക്ക് മനസ്സിലാകില്ല. സ്വന്തം ജീവിതത്തിലേക്ക്, സ്വന്തം കുടുംബത്തിലേക്ക് ഇതുപോലുള്ള അധിക്ഷേപങ്ങൾ, ഇതുപോലുള്ള ആരോപണങ്ങൾ വരുമ്പോഴാണ് അതിൻ്റെ വേദനയും വിഷമവും ഒക്കെ മനസ്സിലാക്കാൻ കഴിയും. ഒരു പക്ഷേ സ്വന്തം കുടുംബാംഗങ്ങളെ അണിനിരത്തി ഷൈൻ ടീച്ചർക്കൊരു വാർത്താ സമ്മേളനം നടത്തേണ്ടി വരുന്നു. എന്താണ് ഉണ്ടായിരിക്കുന്നത് എന്ന് അവരുടെ വേദന സഹിതം നമ്മൾ ഇന്ന് മാധ്യമങ്ങൾ പങ്കുവെച്ചതാണ്. യഥാർത്ഥത്തിൽ ഇത് മാധ്യമങ്ങളല്ല ഇതിൻ്റെ ഉത്തരവാദികൾ, സമൂഹ മാധ്യമങ്ങളാണ്. സമൂഹ മാധ്യമങ്ങൾക്ക് ഒരു കടിഞ്ഞാണിടേണ്ട സമയമായിട്ടുമുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്, എന്താണ് ഷൈൻ ടീച്ചർ വ്യക്തമാക്കുന്നത്? ഈ പ്രതിപക്ഷ നേതാവിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണം, അദ്ദേഹത്തിൻ്റെ ഓഫീസിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുന്നുണ്ടല്ലോ. ഈ ഷൈൻ ടീച്ചർ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ടോ? ടോം, ഷൈൻ ടീച്ചർ നൽകിയ പരാതി സ്വീകരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ DGPക്കും അടക്കം പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു തുടർ നടപടികളിലേക്ക് നീങ്ങിയിട്ടില്ല എന്നതാണ്. ഏതായാലും ഇതിൻ്റെ ഒരു വിശദാംശങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളടക്കം അവർ ഈ ഒരു വന്ന യൂട്യൂബ് ചാനലുകളുടെ ലിങ്ക്, അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ചിലരുടെ പ്രസ്താവനകൾ, ഇതെല്ലാം തന്നെ അവർ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ നടപടികളിലേക്ക് നീങ്ങണം എന്ന് തന്നെ അവർ ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കുടുംബവുമൊത്ത് അവർ വാർത്താ സമ്മേളനം നടത്തുന്നതും. ഈ കാര്യങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഇല്ല. കാരണം മുന്നോട്ട് തന്നെ പോകുക. ഈ സൈബർ കാലഘട്ടത്തിൽ വലിയ രീതിയിലുള്ള അധിക്ഷേപങ്ങൾക്ക് ഇരയാകുന്നു. അതുകൊണ്ട് ഇനി വരുന്നവർക്ക്, ഇനി ഈ അധിക്ഷേപിക്കപ്പെടുന്നവരും അവരും തന്നെ ഈ രീതിയിലേക്ക് രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ മുന്നോട്ട് വരണമെന്നെല്ലാം തന്നെ ടീച്ചർ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇതിൽ തുടക്കത്തിൽ ടോം സൂചിപ്പിച്ചതുപോലെ ഇതിൽ വലിയ രീതിയിൽ മുറിവേൽക്കുന്ന സംഭവം തന്നെയാണ്. ഇത് പരസ്പരം തിരിച്ചറിയാനുള്ള ഒരു അവസരം എന്ന രീതിയിൽ തന്നെ കണ്ടുകൊണ്ട് പോകണം. കാരണം ഈ രീതിയിൽ ഈ രാഷ്ട്രീയ ആരോപണങ്ങൾ പലപ്പോഴും ഉയർന്നു വരുമ്പോൾ അത് ആദ്യഘട്ടത്തിലെല്ലാം തന്നെ, അത് ഈ സൈബർ യുഗത്തിന് മുൻപെല്ലാം തന്നെ അതൊരു ആക്ഷേപങ്ങളായും എല്ലാം തന്നെ നിലനിന്നിരുന്നുവെങ്കിൽ ഇന്ന് അതിന് അധിക സമയം വേണ്ട. വളരെ പെട്ടെന്ന് ലോകമെമ്പാടും പറക്കുന്ന രീതിയിലേക്ക്, കൈകാര്യം ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് ഇന്നത്തെ സംവിധാനങ്ങളെല്ലാം തന്നെ മാറിയിരിക്കുന്നു. ഒരാക്ഷേപം വരുമ്പോൾ പോലും അത് ഒരുപക്ഷെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഒരുപക്ഷെ അതിൻ്റെ കൃത്യമായൊരു വസ്തുതകളും കാര്യങ്ങളും എല്ലാം തികഞ്ഞുകൊണ്ട് വാർത്തയിലേക്ക് പോകുമ്പോൾ സമൂഹ മാധ്യമങ്ങളിലേക്ക് വരുമ്പോൾ അത്രയൊന്നും സാവകാശം അവിടെ ലഭിച്ചെന്നിരിക്കില്ല, അത്രയൊന്നും ദയയൊന്നും അവിടെ കണ്ടുവന്നിരിക്കില്ല. അവിടെയാണ് ഇന്ന് VD സതീശൻ പറഞ്ഞതുപോലെ ഇതിൽ കൃത്യമായ രീതിയിൽ രണ്ട് വശത്തും സൈബർ ആക്രമണം കഴിഞ്ഞ് കുറച്ച് നാളുകളായി നടക്കുന്നു. അതിൻ്റെ ഒരു സ്ഫുരണങ്ങൾ എല്ലാ ഭാഗത്തും കണ്ടേക്കാം. പക്ഷേ അത് തൻ്റെ തലയിൽ കെട്ടിവെക്കരുത് എന്നെല്ലാം തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരള രാഷ്ട്രീയത്തിൽ ഈ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നടമാടുന്നുണ്ട് എന്ന് ആരൊക്കെയോ അറിഞ്ഞും അറിയാതെയും എല്ലാം തന്നെ പറയുന്നുണ്ട്.
ഇത് ഇന്ന് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറയുമ്പോഴും ഇതിൽ കോൺഗ്രസ് ഹാൻഡിലുകൾ ഈ വിഷയം കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അപക്വമായി കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ വസ്തുതകൾ പരിശോധിക്കാതെ അത് നോക്കിയിട്ടുണ്ട് അങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കും എന്ന് പറയുന്നു. അങ്ങനെ ഒരു തിരിച്ചറിവിനൊരു കാലത്തിലേക്ക് ഇത്തരം സംഭവങ്ങൾ നീങ്ങുന്നെങ്കിൽ അത് നല്ലത് എന്ന് തന്നെ പറയാം. എന്തായാലും ഈ വിഷയം വലിയ രീതിയിലുള്ളൊരു രാഷ്ട്രീയ ചർച്ചയായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അത് പേര് സൂചിപ്പിക്കാതെ ചില സൂചനകൾ മാത്രമായിരുന്നുവെങ്കിൽ ഇന്നലെ ഒരു രാവിലെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ഒരു ഭാവങ്ങൾ മാറി എന്ന് പറയാം. കാരണം പേര് വെച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ പോസ്റ്റർ പടം തന്നെ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായ രീതിയിൽ തന്നെ ആ പടം ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കാല ചിത്രങ്ങൾ KJ ഷൈൻ്റെ അടക്കം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു ആക്രമണത്തിലേക്ക് ഇതെല്ലാം തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങളെല്ലാം തന്നെ മാറിയിരിക്കുന്നു. അതോടുകൂടിയാണ് ഇവർ പ്രതിരോധിക്കാൻ തയ്യാറായിട്ട് മുന്നോട്ട് വരേണ്ടി വന്നത്. പ്രത്യേകിച്ച് അവരുടെ കുടുംബത്തെ കൂടി ഇതിലേക്ക് വലിച്ചിഴക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിയപ്പോൾ മറ്റൊന്നും ചെയ്യാനില്ല, അവർക്ക് പ്രതിരോധിച്ച് തീരൂ എന്ന രീതിയിലേക്ക് വരുന്നു. കാരണം ഇതൊരു ഹീനമായ നിന്ദയുടെ വെറുപ്പിൻ്റെ എല്ലാം തന്നെ ഒരിടമായിട്ട് തന്നെ ചിലരെങ്കിലും അത് മാറ്റിയെടുത്തു എന്നതാണ്. എന്തായാലും ഇത് എന്താണ് ഇതിൻ്റെ ഉറവിടം എന്നത് സംബന്ധിച്ചുള്ള ഒരു തർക്കങ്ങളെല്ലാം തന്നെ തുടരുകയാണ്. അത് കോൺഗ്രസ് ആരോപിക്കുന്നത് ഇത് CPM-ന് അകത്ത് തന്നെയുള്ള ചിലരാണ് ഇതിൻ്റെ എല്ലാം തന്നെ പ്രയോക്താക്കൾ എന്ന് പറയുന്നു. ആദ്യം അവിടെ അന്വേഷിക്കട്ടെ കാര്യങ്ങൾ, CPM ആദ്യം അന്വേഷിക്കാൻ തയ്യാറാകട്ടെ, അപ്പോൾ അവർക്ക് കൃത്യമായ രീതിയിലുള്ള മറുപടി കിട്ടും. മറ്റെവിടെയും പോകേണ്ടതില്ല, വീടിനകത്ത് തന്നെ അന്വേഷിക്കട്ടെ എന്ന രീതിയിലാണ് ഇന്ന് പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ DCC പ്രസിഡന്റുമെല്ലാം ഇതിന് മറുപടി പറഞ്ഞത്. എന്നാൽ അതേസമയം കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുകൂടി തന്നെയാണ് തന്നെ ഇതിൻ്റെ ഇരയാക്കുന്നതെന്ന് KJ ഷൈൻ പറയുന്നു. അതോടൊപ്പം തന്നെ മറ്റ് CPM നേതാക്കളും ഇത് തന്നെയാണ് പറയുന്നത്. ഇതിൻ്റെ പ്രഭവ കേന്ദ്രമെന്ന് പറയുന്നത് പറവൂർ തന്നെയാണെന്ന് ആദ്യഘട്ടത്തിൽ പറഞ്ഞുവെങ്കിൽ പിന്നീട് അത് കൃത്യമായ ആ സ്ഥലം അടയാളപ്പെടുത്തുന്നു. അത് പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസ് തന്നെയാണെന്ന് KJ ഷൈൻ പറയുന്നു. എന്തായാലും അതൊരു ആരോപണമായി നിലനിൽക്കുകയാണ്. ഇതിൽ ആദ്യം അവർക്ക് മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു എന്നതായിട്ട് KJ ഷൈൻ തന്നെ പറയുന്നുണ്ട്. ഒരു ബോംബ് വരുന്നുണ്ട് എന്ന തന്നെ അറിയാവുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകൻ പറഞ്ഞു. എന്നാൽ അത് ഇതാണ് എന്ന് തനിക്ക് മനസ്സിലായില്ല എന്ന് പറയുന്നു. ഇന്ന് DCC പ്രസിഡന്റ് പറയുന്നു അങ്ങനെ ആരെയെങ്കിലും പേരെടുത്ത് പറയുന്നുണ്ടെങ്കിൽ അത് പറയട്ടെ, തങ്ങളത് പരിശോധിക്കാമെന്ന് പറയുന്നു. ഏതായാലും ഇത് ആരോപണ പ്രത്യാരോപണങ്ങളായി തന്നെ നിലനിൽക്കുന്നു എന്നതിനിടയിൽ തന്നെയാണ് ഈ രീതിയിലുള്ള ഒരു സൈബർ ആക്രമണം അത് എത്ര കണ്ട കേരള രാഷ്ട്രീയത്തിനും അതെല്ലാം തന്നെ ഗുണകരമാകുമെന്നത് അത് പരിശോധിച്ച് മാത്രം പറയേണ്ടതാണ്. പ്രത്യേകിച്ച് ആരെയും എളുപ്പത്തിൽ പെടുത്താൻ കഴിയുന്ന ഒരു വിഷയത്തിലേക്ക് പ്രത്യേകിച്ചും ഈ പൊതുരംഗത്തേക്ക് വരുന്ന സ്ത്രീകളെ ഈ രീതിയിൽ അധിക്ഷേപിക്കുന്ന പ്രവണത ഒട്ടും നല്ലതല്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ KJ ഷൈൻ അവർ നിയമപരമായി മുന്നോട്ട് പോകുമ്പോൾ, നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമ്പോൾ പൊതുസമൂഹത്തിൻ്റെ കൂടിയൊരു പിന്തുണ ലഭിക്കുന്നത്. പക്ഷേ ഈ സ്ത്രീകൾക്കെതിരായ ഈ രീതിയിലുള്ള അധിക്ഷേപങ്ങൾ, സൈബറിടത്തെ അധിക്ഷേപങ്ങളുടെ ഗൗരവം എനിക്ക് തോന്നുന്നു സാധാരണ ജനങ്ങൾക്ക് ഇതിന് മനസ്സിലാകുന്നില്ലെന്ന് തോന്നുന്നു. കാരണം ജാമ്യം കിട്ടാത്ത വകുപ്പാണ്. ഒരു സ്ത്രീ സൈബർ കേസ് നൽകി കഴിഞ്ഞാൽ ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ ചുമത്തിയായിരിക്കും പോലീസ് കേസെടുക്കുക. അത്രയും ഗുരുതരമായിട്ടുള്ളൊരു കുറ്റകൃത്യമാണ്. പക്ഷേ നമുക്കറിയാം ഇന്നലെ ഇത് ആയിരക്കണക്കിന് ഷെയറുകളാണ് ഓരോ പ്രൊഫൈലുകൾ വഴിയും അങ്ങനെ പ്രചരിക്കപ്പെട്ടത്. ഒരുപക്ഷെ അവരുടെ ഭർത്താവിന്, അവരുടെ മക്കൾക്ക്, അവർക്കൊക്കെ കുടുംബാംഗങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്ന ഒരു മാനസിക സംഘർഷമുണ്ട്. ഇതൊരുപക്ഷെ നിയമ നടപടിയുമായി, ശക്തമായ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് KJ ഷൈൻ്റെ തീരുമാനം. വ്യക്തിപരമായി ആരെങ്കിലും പരാമർശിച്ചുകൊണ്ട് പരാതി നൽകിയിട്ടുണ്ടോ? പരാതിയിൽ കാരണം ഒരു ഒന്നോ രണ്ടോ പ്രൊഫൈലുകളല്ല, ആയിരക്കണക്കിന് പ്രൊഫൈൽ വഴിയാണ് KJ ഷൈനും MLAക്കും എതിരായിട്ടുള്ള സൈബർ അധിക്ഷേപം ഉണ്ടായത്. ഇതുവരെയും ആരുടെയും പേര് പരാമർശിച്ചുകൊണ്ടുള്ള ഒരു പരാതിയിലേക്ക് നീങ്ങിയിട്ടില്ല എന്നതാണ് പറയുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ കൃത്യമായ രീതിയിലുള്ള ലിങ്കുകൾ അടക്കം അവർ നൽകിയിട്ടുണ്ട്. ഇത് പരിശോധിക്കപ്പെടേണ്ടതാണ് എന്ന് പറയുന്നു. അവർക്കെല്ലാം തന്നെ കോൺഗ്രസ് പശ്ചാത്തലമുള്ളവരാണ്, അവർക്ക് ചിലർക്കെങ്കിലും ഭാരവാഹിത്വമുള്ളവരാണെന്ന് പറയുന്നു. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതാണ് എന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ആ രീതിയിൽ തന്നെ നടപടിയുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് അവർ ഉറച്ച നിലപാടിൽ നിൽക്കുന്നത്. അത് ടോം സൂചിപ്പിച്ചതുപോലെ ഒരു ചെറിയ സമയം കൊണ്ട് തന്നെ ഒട്ടനവധി പേരിലേക്ക്, അസംഖ്യം പേരിലേക്ക് ഇത് എത്തപ്പെടുകയും വളരെ ഒരു തീരുമാനപ്രകാരം എന്ന രീതിയിലേക്ക് അത് ഷെയർ ചെയ്യപ്പെടുന്നു, വലിയ രീതിയിൽ അത് ഉപയോഗിക്കപ്പെടുന്നു എന്നതാണ്. ആദ്യഘട്ടത്തിലുള്ള ഈ രീതിയിലുള്ള ഈ അപവാദ പ്രചാരണങ്ങളിൽ മറ്റു പേരുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാതിരുന്നതിനെ തുടർന്നാണ് ഇവരെ പ്രതികരിക്കാൻ നിർബന്ധിതരാക്കണം, അല്ല എങ്കിൽ ഇതൊരു ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാക്കണമെന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് പിന്നീട് ഈ രീതിയിലേക്ക് അവരുടെ ചിത്രങ്ങളടക്കം ഉപയോഗിച്ചുകൊണ്ട് തന്നെ പോകുന്നൊരവസ്ഥയിലേക്ക് വന്നത്. അപ്പോൾ ഇത്
കാൽക്കുലേറ്റ് ചെയ്തപ്പെട്ടിട്ടുള്ളതാണ്, കൃത്യമായ ആസൂത്രണത്തോടു കൂടി തന്നെ നടപ്പാക്കിയിട്ടുള്ള ഒരു പ്ലോട്ടാണ് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അതുകൊണ്ടാണ് ഈ രീതിയിലേക്കുള്ള പ്രചാരണങ്ങൾ മാറിയത്, അതിൻ്റെ ഒരു സ്വഭാവം മാറിയത് പെട്ടെന്നാണ്. അതുകൊണ്ട് ഇതിന് പിറകിൽ കൃത്യമായ ആളുകളുണ്ട് എന്ന് തന്നെ അവർ വിശ്വസിക്കുന്നു. അതിന് രാഷ്ട്രീയ കാരണങ്ങളാണ് KJ ഷൈൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. എന്തായാലും പരാതിയുമായി മുന്നോട്ട് പോകുന്നു. ഇതിൽ കൃത്യമായി പാർട്ടി അതിനൊപ്പം തന്നെ നിൽക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ജില്ലാ പ്രസിഡന്റ് CPM ജില്ലാ സെക്രട്ടറി തന്നെ അത് വ്യക്തമാക്കുകയും ചെയ്ത് സതീഷ് അത് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ രാഷ്ട്രീയ ഇടപെടലുകൾ തന്നെയാണ്, ചിലരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണ് ഈ രീതിയിലേക്ക് ഒരു അപവാദ പ്രചരണത്തിന് പിന്നിൽ. കോൺഗ്രസ് തന്നെ അതിൻ്റെ പിറകിൽ നിൽക്കുന്നു. തീർച്ചയായും പാർട്ടി എല്ലാ പിന്തുണയും KJ ഷൈന് നൽകും. നിയമപരമായുള്ള അവരുടെ പോരാട്ടത്തിന് പാർട്ടി ഒപ്പം നിൽക്കുമെന്നെല്ലാം തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്ത് തന്നെയായാലും ഇതിൽ ഈ രീതിയിലുള്ള അപവാദ പ്രചരണങ്ങൾക്ക് തടയിടേണ്ട ഒരു കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നതാണ്. അതിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു ആൾക്കാരെ അത് തന്നെയാണ് ഡാനി സൂചിപ്പിച്ചതുപോലെ ഈ ഒരു പ്രവണത അവസാനിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട്. ഈ സൈബർ അധിക്ഷേപങ്ങൾക്കെതിരെ കർശനമായ നടപടിയാണ് പോലീസ് സ്വീകരിക്കേണ്ടത്. മറ്റൊരു വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. ആരോഗ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ സമരം തുടങ്ങാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡനക്കേസ് അതിജീവിത. സർക്കാർ അനുകൂല റിപ്പോർട്ട് നൽകിയതാണ് പ്രതികൾക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ജോലിയിൽ പ്രവേശിക്കാൻ വഴിയൊരുക്കിയതെന്ന് അവർ ആരോപിക്കുന്നു. MS അനീഷ് കുമാർ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. അനീഷ്, തനിക്ക് നീതി കിട്ടിയില്ല എന്ന ആ ഒരു വലിയ രീതിയിലുള്ള വിഷമവും സങ്കടവും ഒക്കെ അതിജീവിതയ്ക്കുണ്ട്. കാരണം നാളുകൾ നീണ്ട ഒരു പോരാട്ടം അവർ നടത്തി. അതിനുശേഷം ഈ പ്രതികൾക്ക് തിരികെ ജോലിയിൽ പ്രവേശിക്കാനുള്ള സാഹചര്യം, തനിക്കിപ്പോഴും നീതി നിഷേധിക്കപ്പെടുന്നു. എന്താണ് ഇന്ന് അതിജീവിത മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത്? അനീഷിനൊപ്പം ഇപ്പോൾ അതിജീവിതം ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് അവർ പറയുന്നത്? ടോം, ഏറെ വിവാദമായതാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICUവിൽ വെച്ച് ഒരു യുവതി പീഡനത്തിന് ഇരയായി എന്നത്. അവിടുത്തെ ഒരു ജീവനക്കാരൻ തന്നെയാണ് ആ കൃത്യത്തിന് പിന്നിലുണ്ടായിരുന്നതും. പിന്നീട് പുള്ളി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ജോലി നഷ്ടപ്പെടുകയും ഇപ്പോൾ സെഷൻസ് കോടതിയിൽ വിചാരണ നടപടികൾ നീങ്ങുകയും ഒക്കെ ചെയ്യുന്നു. ഇതിനിടയിലാണ് ഈ ആശുപത്രി ജീവനക്കാർ തന്നെ ഈ കേസിൽ ചില ഒത്തുതീർപ്പുകൾക്ക് അല്ലെങ്കിൽ ഒരു ഭീഷണികൾക്കൊക്കെ തയ്യാറായത്. ഈ കേസ് പണം വാങ്ങി അതിൽ നിന്നും പിന്മാറണം, ഈ ഭർത്താവിനോടൊക്കെ ചെയ്യുന്ന കാര്യങ്ങളല്ലേ ഇയാളും ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് അത്തരത്തിൽ ചില സന്ധികൾ ഇതിൽ വേണമെന്നൊക്കെയുള്ള രീതിയിലാണ് അവർ ആവശ്യങ്ങൾ ഉന്നയിച്ചത്. പിന്നീട് ഇവർക്കെതിരെയും പരാതി നൽകുകയും ഇവർക്കെതിരെ അച്ചടക്ക നടപടികൾ സ്വീകരിക്കുകയും പിന്നീട് കോട്ടയം, തൃശ്ശൂർ മെഡിക്കൽ കോളേജുകളിലേക്കൊക്കെ ഇവരെ സ്ഥലം മാറ്റുകയും ചെയ്തിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഈ ട്രൈബ്യൂണലിൻ്റെ അനുകൂല ഉത്തരവുമായി അവർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വീണ്ടും ജോലിയിൽ പ്രവേശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനുവേണ്ടി ഈ മറ്റ് ചില ജീവനക്കാരുടെ പ്രൊമോഷൻ പോലും തടഞ്ഞു വെക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു. ട്രൈബ്യൂണലിൻ്റെ പരിഗണനയിൽ ഈ കേസ് വന്നപ്പോൾ ഒരു കൃത്യമായ നിലപാട് അവിടെ സർക്കാർ സ്വീകരിക്കാഞ്ഞത് അല്ലെങ്കിൽ DMA അടക്കം സ്വീകരിക്കാതിരുന്നതാണ് ഈ കുറ്റാരോപിതരായ ജീവനക്കാർക്ക് അനുകൂലമായ ഉത്തരവെത്താൻ കാരണമെന്നാണ് അതിജീവിത ആരോപിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിജീവിതയ്ക്കൊപ്പം വന്ന് പലപ്പോഴും ആവർത്തിക്കുന്നു എങ്കിൽ പോലും കൃത്യമായും വേട്ടക്കാർക്കൊപ്പമാണ് ആരോഗ്യമന്ത്രി അടക്കമുള്ളവർ എന്നാണ് അവർ പറയുന്നത്. നിരവധി സമരങ്ങൾ അവർ ഇതിനകം ചെയ്തു. അവർ തെരുവിൽ സമരം ചെയ്യുന്നു, കമ്മീഷൻ ഓഫീസിനടുത്ത് സമരം ചെയ്യുന്നു, മെഡിക്കൽ കോളേജിൽ സമരം ചെയ്യുന്നു. നമ്മൾ തന്നെ പലവട്ടം ഇവരുടെ സമരമുഖങ്ങളൊക്കെ പുറത്തേക്ക് കൊണ്ടുവന്നതാണ്. എന്തായാലും ഇത്ര അധികം സമരങ്ങൾ കോഴിക്കോട് ചെയ്തിട്ടും കാര്യമില്ലാതെ വരുന്ന സാഹചര്യത്തിലാണ് ആരോഗ്യമന്ത്രിയുടെ വീടിന് മുന്നിലേക്ക് തന്നെ സമരവുമായി നീങ്ങാൻ ഇവർ ഒരുങ്ങുന്നത്. ഒരു വനിത കൂടിയാണ് ആരോഗ്യമന്ത്രി. പക്ഷേ അവർ എപ്പോഴും അതിജീവിതമാർക്കൊപ്പം എന്ന് പറയുമ്പോഴും കൃത്യമായൊരു നീതിക്കൊപ്പം നിൽക്കുന്നില്ല എന്നാണ് ആരോപിക്കുന്നത്. നമുക്കൊപ്പം എന്തായാലും അതിജീവിത തന്നെയുണ്ട്, അവരോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. എന്താണ് ഈ ആരോഗ്യമന്ത്രിയുടെ വീടിന് മുന്നിലേക്ക് സമരം മാറ്റാനുള്ള ഒരു സാഹചര്യം? ഈ കേസിൻ്റെ തുടക്കത്തിൽ തന്നെ ആരോഗ്യമന്ത്രി പറഞ്ഞത് അതിജീവിതക്കൊപ്പമാണ്, എല്ലാ കാര്യത്തിനും ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടും ഞാനിതുവരെ കണ്ടിട്ടില്ല. പല സമരങ്ങളും ഞങ്ങൾ ചെയ്തിട്ടും അങ്ങനെയൊക്കെയാണ് ഞങ്ങൾക്ക് ഇതുവരെ നീതി കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഈ പ്രതികളെ പിന്നെയും തിരിച്ചെടുത്തത് വളരെ ലജ്ജാകരമാണ് കാര്യങ്ങൾ. ഇത്തരം ഒരു പ്രതികളാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് പോലും മറ്റ് 3 പേരുടെ പ്രൊമോഷൻ റദ്ദാക്കി അവരെ ആ സീറ്റിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് എൻ്റെ മേലെ ചളി വാരി തെളിക്കുന്നതിന് തുല്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അവർ അതിജീവിതക്കൊപ്പമല്ല, പ്രതികൾക്കൊപ്പമാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. എന്താണ് ഈ ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായ വീഴ്ച? ഈ
പ്രതിയെ നിലവിൽ തന്നെ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നു. അയാൾക്കെതിരെയുള്ള നിയമ നടപടികൾ പുരോഗമിക്കുകയാണ്. എന്താണ് ഈ ജീവനക്കാരുടെ ഈ കുറ്റത്തിലെ പങ്ക്? കാരണം അത് മെഡിക്കൽ കോളേജിന്റെ ഭാഗത്ത് നിന്നുണ്ടായ വലിയ വീഴ്ച തന്നെയാണ്. ഇത്തരം ഒരു പീഡനം ഉണ്ടായിട്ട് പോലും അവർ എനിക്കൊരു സംരക്ഷണമോ ഒന്നും തരാതെ സാധാരണ ഒരു വാർഡിലാക്കി അവിടേക്ക് ഇവർ 5 ജീവനക്കാർ പല തവണ വന്ന് കാശ് തരാം, അവരുടെ ആ പ്രതിൻ്റെ മകളുടെ കല്യാണമാണ്, അപ്പോൾ ഈ കാരണം കൊണ്ട് മകളുടെ കല്യാണം മുടങ്ങും, അപ്പോൾ എന്തെങ്കിലും കാശ് തന്ന് നമുക്കിത് ഒതുക്കി തീർക്കാം എന്നുള്ള സംസാരവും, അതുപോലെ തന്നെ വളരെ ഒരു സ്ത്രീത്വത്തെ അപമാനിക്കുന്നതിന് തുല്യമായിട്ട് ഇതൊക്കെ നിങ്ങളുടെ ഭർത്താവും ചെയ്യുന്നതല്ലേ, അപ്പോൾ ഇതൊക്കെ ഒരു നിസ്സാരമാക്കിയാൽ പോരെ എന്നുള്ള പോലെയാണ്. അത് വളരെ എനിക്ക് വിഷമമുള്ള കാര്യമായിരുന്നു. അപ്പോൾ അതിനൊന്നും വഴങ്ങാതിരുന്നിട്ടും അവരെന്നോട് പറഞ്ഞ മാനസിക രോഗിയാണ്, ഇനിയും എനിക്ക് മാനസിക രോഗമാണെന്നുള്ള തരത്തിലാണ് ഈ 5 പേരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള നീക്കം. അപ്പോൾ അതൊന്നും ഒരിക്കലും എനിക്ക് ക്ഷമിക്കാൻ പറ്റിയ കാര്യമോ ഒന്നുമല്ല. അതൊക്കെ ഒരു നീതികേടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ നൌഷാദ് തെക്കിൽക്കുണ്ട്. അദ്ദേഹം ഈ ആക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാനാണ്, അതിജീവിതക്കൊപ്പമുള്ള ആളാണ്. എന്തുകൊണ്ടാണ് ഇതിൽ ഈ DMEക്കും അല്ലെങ്കിൽ ആരോഗ്യവകുപ്പിനും ഒരു ഇതിൽ പങ്കുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത് ഈ സ്ഥലമാറ്റ നടപടി? 2 കാര്യങ്ങളാണ്. ഒന്ന്, നമുക്ക് ഈ ഉത്തരവിന്റെ മറ്റു പകർപ്പുകളൊന്നും കാണിച്ചു തരുന്നില്ല. അപ്പോൾ നമ്മളതിൽ സത്യം മനസ്സിലാക്കുമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതിൽ ഈ 3 ആളുകളെ, തസ്തികയിലുള്ള 3 ആളുകളുടെ പ്രൊമോഷൻ റദ്ദാക്കിയിട്ട് ഇവർക്ക് തിരിച്ചു വരാനുള്ള അവസരം ഉണ്ടായിക്കൊടുത്തത്. എന്നാൽ ഈ പ്രതികൾ പുറത്ത് ജില്ലകളിൽ പ്രവർത്തിക്കുന്നു. അപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ പ്രവർത്തിക്കുന്ന 3 ആളുകൾക്കുള്ള പ്രൊമോഷൻ റദ്ദ് ചെയ്തിട്ട് അവർക്ക് വരാൻ സാഹചര്യം ഉണ്ടായിക്കൊടുത്തു. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാമല്ലോ, ഇത് ഇവർക്ക് അനുകൂലമായി കൊടുക്കുന്ന ഒരു സംവിധാനമാണ്. അതുപോലെ തന്നെ ഞങ്ങൾ പ്രത്യേകമായിട്ട് ആരോപിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, സർക്കാർ സംവിധാനത്തിൽ അതല്ലെങ്കിൽ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് തൊട്ടിട്ടുള്ള കോഴിക്കോട് പ്രിൻസിപ്പൽ അടക്കമുള്ള ആളുകൾ അനുകൂലമായിട്ട് ചിന്താഗതിയും റിപ്പോർട്ടും ബാക്ക്ഗ്രൗണ്ടും ഉണ്ടാക്കി കൊടുത്തത് കൊണ്ടാണ് ട്രിബ്യൂണലിൽ ഇവർക്ക് അനുകൂലമായിട്ടൊരു വിധി വന്നത് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതായത് ഇവർക്ക് വലിയ പങ്ക് കുറ്റകൃത്യത്തിലില്ല, അല്ലെങ്കിൽ ഈ കുറ്റകൃത്യം ചെയ്ത ശശീന്ദ്രനെ പിന്തുണച്ചത് സംബന്ധിച്ച കൃത്യമായൊരു വിശദാംശങ്ങൾ അവിടെ പറഞ്ഞിട്ടില്ല എന്നാണ് നിങ്ങൾ കരുതുന്നത്? തീർച്ചയായിട്ടും അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു റിപ്പോർട്ട് അവരുടെ ഭാഗത്ത് നിന്നുണ്ടായത് കൊണ്ടാണല്ലോ അവർ വീണ്ടും ജോലിയിൽ തിരിച്ചെടുത്തത്. അപ്പം ഈ ഒരു കേസ് നടന്നുകൊണ്ട്, അല്ലെങ്കിൽ കോടതിയിൽ ഈ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ വീണ്ടും അവരെ ജോലിയിൽ അതേ ഹോസ്പിറ്റലിൽ തിരിച്ചെടുക്കുക എന്നുള്ളപ്പോൾ വളരെ മോശകരമായ കാര്യമല്ലേ. അതൊരു അനീതിയായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ കുറ്റകൃത്യത്തിന്റെ ഗൗരവമൊക്കെ പലപ്പോഴും കുറച്ച് കാണിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് ജീവനക്കാരുടെ ഭാഗത്ത് നോക്കിയാലും. കാരണം ഈ കുറ്റം ചെയ്തത് ശശീന്ദ്രനാണ്, അതിനൊപ്പം ചില കാര്യങ്ങൾ പറഞ്ഞു എന്നല്ലാതെ ഇവർക്ക് വലിയ ഗൗരവമുള്ള കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടില്ല എന്നൊക്കെ പറയുന്നു. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ കരുതാൻ കഴിയുമോ? വളരെ ഗൗരവമുള്ള ഒരു ആരോപണം തന്നെയല്ലേ ഈ ജീവനക്കാർക്കെതിരെയും ആരോപിക്കുന്നത്? തീർച്ചയായും ഏതൊരു മനുഷ്യർക്കും തോന്നുന്ന കാര്യമാണ്. ആർക്കാലും തോന്നില്ലേ ഇങ്ങനെ ഒരു അവസരത്തിൽ? ഞാനൊരു സ്ത്രീയാണ്. ഇപ്പം വേറൊരാൾക്കാണ് ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ അവരോട് പോയിട്ട് അവരെ ആശ്വസിപ്പിക്കാൻ ഏത് ഇതിലും ഞങ്ങൾ ചിന്തിക്കുള്ളൂ. അല്ലാതെ അവരെ പിന്നെയും എന്താ പറയുക, മുറിവിലേക്ക് ഇത്തിരി കൂടിയും ഇത് ഒഴിച്ചു അത് ആളിക്കത്താനുള്ള ഒരു ഇതുണ്ടാക്കി കൊടുക്കില്ലല്ലോ. അപ്പം അത്തരം മോശം എന്താ പറയുക ഒരു സ്ത്രീത്വത്തെ, അപ്പം നമ്മളിപ്പം ഭർത്താക്കന്മാർ ചെയ്യുന്നത് പോലെ ഒരു അന്യൊരു പുരുഷന് ഞങ്ങളോട് അങ്ങനെ ഒരു പീഡനം പോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും വളരെ മോശമായിട്ട് സംസാരിച്ച ഒരാൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കേണ്ടത് എൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. ഒരു സ്ത്രീ എന്ന നിലയിൽ അത് എൻ്റെ ഉത്തരവാദിത്തമാണ്. എന്തൊക്കെ രീതിയിലാണ് ഇവരുടെ നിന്ന് പെരുമാറ്റങ്ങൾ ഉണ്ടായത്? എന്തൊക്കെ പറഞ്ഞാണ് നിങ്ങളെ മാനസികമായി ബുദ്ധിമുട്ടിച്ചത്? അവർ ഇത് തന്നെ ആദ്യം വന്ന് പറഞ്ഞു, ശശീന്ദ്രനെ മകളെ കല്യാണം കഴിക്കാനുള്ളതാണ്, അപ്പോൾ അവരെ ഇത് കേസ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇതാവും, അപ്പോൾ ക്യാഷ് എന്തെങ്കിലും തന്നിട്ട് നമുക്കിത് കേസ് പിൻവലിക്കാമെന്ന് പറഞ്ഞു. അത് എന്നോട് പറഞ്ഞു. അതേപോലെ തന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് എൻ്റെ ഹസ്ബൻഡും എൻ്റെ ബ്രദറും നിൽക്കുന്നുണ്ടായിരുന്നു, അവരോടും പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് നല്ല മറുപടി കൊടുത്തു. ഞാൻ പിന്നെ മറുപടി പറയാൻ പറ്റിയ സാഹചര്യമില്ലായിരുന്നല്ലോ. അത് കഴിഞ്ഞ് പിന്നെ വേറെ 2 പേര് വന്നിട്ടാണ് പറഞ്ഞത് ഇത് ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ നടന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇതൊക്കെ എന്താപ്പം പെട്ടെന്ന് നിങ്ങൾക്ക് എത്ര വയസ്സായി, അല്ലെങ്കിൽ നിങ്ങൾ കല്യാണം കഴിച്ചു? ഞാൻ പറഞ്ഞു ഞാൻ കല്യാണം കഴിച്ചു, എനിക്ക് കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളെ ഭർത്താവും ഇതൊക്കെ ചെയ്യുന്നതല്ലേ. പെട്ടെന്ന് ഞാൻ തന്നെ ഒരു അന്താളിച്ചു പോയി. നമ്മളെ ഭർത്താക്കന്മാർ വെച്ചാൽ
ഏത് സ്ത്രീ, ആ പറഞ്ഞ സ്ത്രീ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും കരുതുന്നത്, ഭർത്താവും അന്യപുരുഷന്മാരും ഒരുപോലെ ആയിരിക്കും ചെയ്യുന്നതെന്നായിരിക്കും ആ സ്ത്രീ കരുതുന്നത്. ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെ ചിന്തിക്കുന്നത്. അല്ലാതെ മനുഷ്യകുലത്തിൽ ജീവിക്കുന്ന ഏതൊരു സ്ത്രീ ആയാലും ഭർത്താക്കന്മാർ വേറെയാണ്, അന്യപുരുഷന്മാർ വേറെയാണ്. അപ്പോൾ അത്തരം ഒരു മോശമായിട്ടുള്ള സംസാരം, പിന്നെ അതുപോലെ തന്നെ ഇതിലൊന്നും ഞാൻ വഴങ്ങാതിരുന്നപ്പോൾ എനിക്ക് മാനസിക രോഗമാണെന്ന് വരുത്തി തീർക്കാൻ വരെ അവർ ശ്രമിച്ചിട്ടുണ്ട്. അതങ്ങനെ മറ്റുള്ളവരോട് പറഞ്ഞു? അതോ മറ്റുള്ളവർ അവിടെ പറഞ്ഞ് വാർഡിൽ മൊത്തമായിട്ടും പറഞ്ഞ് നടക്കുകയായിരുന്നു. പിന്നെ ഡോക്ടേഴ്സിനെയൊക്കെ കൊണ്ട്, മാനസിക രോഗത്തിൻ്റെ ഡോക്ടേഴ്സൊക്കെ വന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ആവശ്യമില്ല, കാരണം എനിക്ക് മാനസിക രോഗമില്ല. മാനസിക രോഗമുള്ള ഒരു വ്യക്തിനെ ഒരിക്കലും ഒരു അനസ്തേഷ്യക്ക് തയ്യാറെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഒരു വിദ്യാഭ്യാസത്തിൽ അങ്ങനെ തോന്നുന്നില്ല അങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. അതിൻ്റെതായ റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, മരുന്നുകളും ഒക്കെ. അപ്പം അത് അവർ കേസ് ഇല്ലാതാക്കാൻ വേണ്ടി വരുത്തി തീർക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ ഗുരുതരമായ ചില സുരക്ഷാ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു നിങ്ങളുടെ കാര്യത്തിലല്ലേ? ആ പഴുതുകൾ പോലും ഇപ്പോഴും അടച്ചിട്ടില്ല. എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറയുമ്പോഴും അത്തരം പഴുതുകൾ പോലും ഇപ്പോഴും അടയ്ക്കാതെ ആണ് ആശുപത്രിയിലെ കാര്യങ്ങൾ ഉള്ളത് അല്ലേ? തീർച്ചയായിട്ടും അവരുടെ ഭാഗത്ത് നിന്നുള്ള ഒരു വീഴ്ചയും അവർ അംഗീകരിക്കാൻ തയ്യാറല്ല. കാരണം ഞാൻ ഈ സംഭവം പറഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞിട്ട് പോലും അവർ ആ പരാതി പോലീസിനെയോ അല്ലെങ്കിൽ മറ്റുള്ളവരോ അറിയിക്കാനോ ഒന്നും തയ്യാറായിട്ടില്ല. പിറ്റേ ദിവസം എൻ്റെ ഹസ്ബൻഡും ബ്രദറും ഒക്കെ പോയിട്ടാണ് പോലീസിൽ പരാതി കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ എന്നെ ഒരു ഓപ്പണായിട്ടുള്ള ഒരു വാർഡിലാക്കി അവിടെ ഒരു സുരക്ഷയും തരാതെ എല്ലാവർക്കും വന്ന് കാണാം, ഇതൊരു കാഴ്ച വസ്തുവായിട്ട് എന്നെ നിലനിർത്തിയത് തന്നെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. പിന്നെ അവിടെ പിന്നെ എനിക്ക് സുരക്ഷ തന്നിട്ടുള്ളത് ഈ അനിത സിസ്റ്റർ ആയിരുന്നു. അനിത സിസ്റ്റർ വേഗം സ്ഥലം മാറ്റാനും എല്ലാ കാര്യങ്ങളും അവർക്ക് കഴിഞ്ഞു. തെറ്റ് ചെയ്യാത്തവരെ വേഗം സ്ഥലം മാറ്റി അവർക്ക് എല്ലാ ശിക്ഷാ നടപടികളും കൊടുക്കും. തെറ്റ് ചെയ്ത ആളുകളെ അവർ എന്തായാലും സംരക്ഷിച്ച് കൊണ്ടുപോകുന്ന രീതിയാണ് കാണുന്നത്. ഇതാണല്ലേ രണ്ട് തരത്തിലെ നീതിയാണെന്ന്. ഈ അനിത സിസ്റ്റർ നിങ്ങളെ സഹായിച്ചുകൊണ്ട് അവരെ സ്ഥലം മാറ്റുന്നു. ഈ കൂടുതൽ ഉപദ്രവിച്ച ആളുകൾ പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരുന്നു. അനിത സിസ്റ്റർ ആദ്യം വർക്ക് ചെയ്യുന്ന ഏരിയയിലേക്ക് പോലും അനിത സിസ്റ്ററെ പഠിപ്പിക്കുന്ന പോലുമില്ല, എവിടെയോ കൊണ്ടിട്ടതാ. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ വകുപ്പുകളിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും അവർ ആദ്യം വർക്ക് ചെയ്യുന്ന ഏരിയയിലേക്കൊന്നും അവർ അടുപ്പിച്ചിട്ട് പോലുമില്ല. അവർ ചെയ്ത തെറ്റെന്താ? അതിജീവിതയെ കൂടെ നിന്നു, അതിജീവിതക്കൊപ്പം നിന്നു, സത്യസന്ധമായി സംസാരിച്ചു, ഇവർക്ക് നീതി കിട്ടാൻ വേണ്ടി പ്രവർത്തിച്ചു. ഇപ്പം ഞാൻ പറയട്ടെ, ഏറ്റവും അടുത്തായിട്ട് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് IG സേതുരാമൻ സാറ് DCP ജേക്കബ് എന്ന് പറയുന്ന ആളെ കൊണ്ട് ഉണ്ടാക്കിച്ച റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അന്നത്തെ പ്രിൻസിപ്പളുടെ ഭാഗം, അന്നത്തെ പിന്നെ സൂപ്രണ്ടിൻ്റെ ഭാഗം, DMOയുടെ ഭാഗം, വൈസ് പ്രിൻസിപ്പളുടെ ഭാഗം എല്ലാം പറയുന്നുണ്ട്. അതുകൂടാതെ തന്നെ അവിടെ ഇവരെ സ്പോട്ടിൽ വന്ന് ചികിത്സിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഡോക്ടർ KB പ്രീതിയുടെ കാര്യം പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാടുകൾ ഫാൾട്ടുകൾ പറയുകയും ഇത് ആരോഗ്യ വകുപ്പാണ് നടപടിയെടുക്കേണ്ടത് എന്ന് ഈ അഞ്ച് ജീവനക്കാരടക്കം, ഇവരെ ഭീഷണിപ്പെടുത്തിയ ജീവനക്കാർക്കടക്കം ആരോഗ്യ വകുപ്പാണ് വേണ്ട നടപടി എടുക്കേണ്ടത്, അവരുടെ ഭാഗത്ത് തെറ്റുണ്ടായി എന്ന് ചൂണ്ടിക്കാണിച്ച ഈ റിപ്പോർട്ടും ആരുടെ കയ്യിലുണ്ട്? സർക്കാരിന്റെ കയ്യിലും ഇവരൊക്കെ കയ്യിലുണ്ട്. അപ്പോൾ ന്യായം ആർക്കാണോ നൽകേണ്ടത് അവർക്ക് നൽകാതിരിക്കുകയും ന്യായക്കേട് ചെയ്ത ആളുകൾക്ക് ന്യായവും സപ്പോർട്ടും അധികാരവും എല്ലാം നൽകുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് ഈ വിഷയത്തിൽ നമ്മൾ കാണുന്നത്. ടോം, ഇതാണ് ആരാണോ രക്ഷിക്കുമെന്ന് കരുതിയത് അവർ രക്ഷിക്കുണ്ടാവുന്നില്ല, മറിച്ച് വേട്ടക്കാർക്ക് കൂടുതൽ സൗകര്യപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്നുവെന്നാണ് ഇവർ ആരോപിക്കുന്നത്. വ്യക്തമാണ്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ. അനീഷ് കുമാറിനൊപ്പം സംസാരിച്ചത് അതിജീവിതയാണ്. അവരിപ്പോഴും അന്നത്തെ ആ ആഘാതത്തിൽ നിന്നും പൂർണ്ണമായും വിമുക്തി നേടിയിട്ടില്ല. കാരണം ശാരീരികമായി അന്ന് അനുഭവിച്ച, ലൈംഗികമായി അനുഭവിച്ച ചൂഷണത്തെക്കാളപ്പുറം മാനസികമായും കുറേ വേട്ടയാടപ്പെട്ടു. ഈ അതിജീവിതയ്ക്കൊപ്പം കൂടെ നിന്ന് അവർക്ക് പിന്തുണ നൽകിയ ജീവനക്കാരിയെ സ്ഥലം മാറ്റുന്നു. എന്നാൽ വേട്ടക്കാരനെ, ഈ ക്രൂരമായി ഇവരെ പീഡിപ്പിച്ച വ്യക്തിയെ സംരക്ഷിച്ച ആളുകളെ തിരികെ ഇവിടെ തന്നെ ഈ ആശുപത്രിയിൽ തന്നെ നിയമിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇതേ തുടർന്നാണ് അതിജീവിത കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡന കേസിലെ അതിജീവിത ആരോഗ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ സമരം നടത്താൻ ഒരുങ്ങുന്നത്. തിരുവനന്തപുരത്തെ ഹോട്ടൽ മുറിയിൽ യുവതിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി കുറ്റക്കാരനെന്ന് കോടതി. വാർത്തയിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. സ്പോട്ട് ലൈവ് തുടരുന്നു.
തിരുവനന്തപുരത്തെ ഹോട്ടൽ മുറിയിൽ യുവതിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി കുറ്റക്കാരനെന്ന് കോടതി. തിരുവനന്തപുരം കാട്ടാക്കട സ്വദേശിനി ഗായത്രി കൊല്ലപ്പെട്ട കേസിലാണ് പ്രതി പ്രവീൺ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയത്. 2022 മാർച്ചിലായിരുന്നു കൊലപാതകം. പ്രവീൺ യുവതിയുമായി തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടലിൽ മുറിയെടുക്കുകയും അവിടെ വെച്ച് കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു. പോലീസ് തുടക്കത്തിൽ ആത്മഹത്യയെന്ന് സംശയിച്ച കേസ് പിന്നീടുള്ള തുടരന്വേഷണത്തിൽ കൊലപാതകമാണെന്ന് കണ്ടെത്തുകയായിരുന്നു. വിശദാംശങ്ങളുമായി എസ് സാരംഗ് ചേരുന്നുണ്ട്. സാരംഗ്, 2022 നടന്ന സംഭവമാണ്. അന്ന് ആത്മഹത്യ എന്നാണ് പോലീസ് കണ്ടെത്തിയത്. പിന്നെ അതിനുശേഷം ഈ പെൺകുട്ടിയുടെ ഗായത്രിയുടെ കുടുംബം നിയമ പോരാട്ടം നടത്തുന്നു. അതിനുശേഷം കൊലപാതകമാണെന്ന് കണ്ടെത്തുന്നു. ഇപ്പോൾ പ്രതിയെ കുറ്റക്കാരെന്ന് വിധിച്ചിരിക്കുന്നു. എന്താണ് കോടതിയുടെ ഈ വിധിയിലുള്ളത്? എപ്പോഴാണ് പ്രതിക്കുള്ള ശിക്ഷ വിധിക്കുന്നത്? സാരംഗ്. ടോം, ഇന്നാണ് പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത്. 2022 നടന്ന ഈ ഒരു കൊലപാതകത്തിന്റെ ഭാഗമായി പോലീസ് അന്വേഷണം സമയബദ്ധമായി അവസാനിപ്പിക്കണമെന്നും മറ്റും ആവശ്യപ്പെട്ടുകൊണ്ട് അനിയത്തി ഹൈക്കോടതി അടക്കം സമീപിക്കുകയുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ പോലീസിന്റെ കൃത്യമായ ഇടപെടലും അതിനുശേഷം കോടതിയിൽ ഇന്ന് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നത്. അതായത് തമ്പാനൂരിലെ ഒരു സ്വകാര്യ ലോഡ്ജ് മുറിയിൽ ഈ ഒരു യുവതിയെ 2022 മാർച്ചിൽ ഇങ്ങനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അതിനുശേഷം പോലീസ് ആദ്യം ഇത് ഒരു ആത്മഹത്യയാണെന്ന് കണ്ടെത്തുകയായിരുന്നു. അതിനുശേഷം കൂടുതൽ കുടുംബത്തിനെ അടക്കം സമ്മർദ്ദത്തെ തുടർന്ന് കൂടുതൽ അന്വേഷണം വ്യാപിക്കുകയും തുടർന്ന് ഈ ഒരു സുഹൃത്ത് ആണ് ഈ ഒരു കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതെന്ന് കണ്ടെത്തുകയായിരുന്നു. നമ്മളെ കൂടെ ഇപ്പോൾ ഈ ഒരു കേസിന്റെ പബ്ലിക് പ്രോസിക്യൂട്ടർ ചേരുന്നുണ്ട്. സർ, കേസ് എങ്ങനെയാണ് കോടതിയിൽ? കേസ് ഇത് പൂർണ്ണമായിട്ടും സാഹചര്യ തെളിവുകളെ മാത്രം അടിസ്ഥാനമാക്കി പ്രതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയൊരു കേസാണ്. ഒരു അടച്ചിട്ട മുറിക്കുള്ളിൽ നടന്ന സംഭവമായതുകൊണ്ട് തന്നെ ഈ കേസിന് ദൃക്സാക്ഷികളായിട്ട് ആരുമില്ലായിരുന്നു. അതുകൊണ്ട് പോലീസ് വളരെ കാര്യക്ഷമമായി കേസ് അന്വേഷിച്ച് പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തക്ക തരത്തിലുള്ള തെളിവുകൾ പ്രോസിക്യൂഷന് ഹാജരാക്കത്തക്ക അന്വേഷണമാണ് പോലീസ് നടത്തിയത്. ഫോറൻസിക് തെളിവുകൾ മാത്രം ഇത് സയന്റിഫിക് തെളിവുകളെയും ഫോറൻസിക് തെളിവുകളെയും അടിസ്ഥാനപ്പെടുത്തി ഡോക്ടറുടെ മൊഴി ഇവ അടിസ്ഥാനപ്പെടുത്തിയാണ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുള്ളത്. കാരണം ഇതിലെ പ്രതിഭാഗം വാദം എന്ന് പറയുന്നത് ഇതൊരു ആത്മഹത്യയാണെന്നായിരുന്നു. പക്ഷേ ആ പ്രതിയുടെ വാദത്തെ ഖണ്ഡിക്കുന്ന തരത്തിൽ ഡോക്ടർ വളരെ കൃത്യമായിട്ട് ഇതിനകത്ത് മൊഴി കൊടുത്തു. ഡോക്ടർ പറഞ്ഞ ഈ മരണപ്പെട്ട ആളിൻ്റെ കഴുത്തിൽ കാണപ്പെടുന്ന മുറിവുകൾ ഒരു കാരണവശാലും ഒരു ആത്മഹത്യയുടെ ഭാഗമായിട്ടുണ്ടാകുന്നതല്ല, മറിച്ച് ഒരു കൊലപാതകത്തിൻ്റെ ലക്ഷണങ്ങളാണ് ആ മുറിവുകളെന്നുള്ള രീതിയിൽ ഡോക്ടർ മൊഴി കൊടുത്തു. പിന്നെ ഈ പ്രതിയും മരണപ്പെട്ട ആളും താമസിച്ചിരുന്ന ലോഡ്ജ് മുറിയിൽ നിന്നും അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ കണ്ടെടുത്തിട്ടുള്ള ഫിംഗർ പ്രിൻറ്റ്, ഇത് കഴിഞ്ഞ് തുടർന്ന് വീണ്ടും പ്രതിയെ അറസ്റ്റ് ചെയ്ത സമയത്ത് പ്രതിയിൽ നിന്നും ശേഖരിച്ച ഫിംഗർ പ്രിൻറ്റും ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചപ്പോൾ രണ്ടും ഒന്നാണെന്ന് കണ്ടെത്താൻ സാധിച്ചു. അതുപോലെ തന്നെ മറ്റ് ശാസ്ത്രീയ തെളിവുകളും ടെലിഫോൺ കോൺവെർസേഷനുമായിട്ട് ബന്ധപ്പെട്ട് മൊബൈൽ ഫോൺ തെളിവുകൾ ഈ കേസിൻ്റെ ഒരു പ്രധാന തെളിവായിരുന്നു. കാര്യം ഈ പ്രതി ഉപയോഗിച്ചു എന്ന് പറയുന്ന മൊബൈൽ ഫോൺ ഈ സംഭവത്തിൻ്റെ തലേദിവസം രാവിലെ കൊല്ലം അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്താണ്. ഈ സംഭവ ദിവസം രാവിലെ മുറിയെടുത്തു, പോലീസിൻ്റെ കേസ് പ്രകാരം രാവിലെ മുറിയെടുത്തു എന്നാണ്. അപ്പോൾ ആ മുറിയെടുത്ത സമയത്ത് ആ ഫോണിൻ്റെ ടവർ ലൊക്കേഷൻ തിരുവനന്തപുരം സെൻട്രലാണ്. അത് കഴിഞ്ഞ് കുട്ടിയെ വിളിക്കാൻ പോകുന്ന കാട്ടാക്കട വീർണകാവാണ്. അപ്പോൾ കാട്ടാക്കട വീർണകാവുന്ന സ്ഥലത്തേക്ക് ഈ ഫോണിൻ്റെ ടവർ ലൊക്കേഷൻ നമ്മൾ പല സമയങ്ങളിൽ നോക്കുമ്പോൾ ഇത് അവിടെ പോകുന്നു. തിരിച്ച് വീണ്ടും 3 മണിക്ക് തമ്പാനൂർ എത്തുന്നുണ്ട്. അത് കഴിഞ്ഞ് 5 മണിക്ക് ശേഷം ഈ 2 ഫോണും ഈ പ്രതിയുടെ കൈവശം തന്നെ ആകുകയാണ്. തുടർന്ന് പ്രതി വീണ്ടും വൈകുന്നേരം കൊല്ലത്തേക്ക് പോകുന്നു. രണ്ടാമത് പ്രതിയെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ 2 ഫോണും കണ്ടെടുക്കുകയാണ്. അപ്പോൾ 2 ഫോണും കണ്ടെടുത്തപ്പോൾ 2 ഫോണിൻ്റെയും IMEI നമ്പർ വെച്ച് പരിശോധിച്ചപ്പോൾ ഈ 2 ഫോണ് പ്രതിയും മരണപ്പെട്ട ആളും ഉപയോഗിച്ചതാണെന്ന് പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തെളിവുകളെല്ലാം നമുക്ക് ഫലപ്രദമായിട്ട് കോടതി മുമ്പാകെ ഹാജരാക്കി അതെല്ലാം കോടതിയെ ബോധ്യപ്പെടുത്തുന്ന കാര്യത്തിൽ പ്രോസിക്യൂഷൻ വിജയിച്ചിട്ടുണ്ട്. കൊലപ്പെടുത്തണമെന്നൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് മുറിയെടുത്ത് യുവതിനെ അങ്ങോട്ട് കൊണ്ടുവന്നത്. കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് മുറിയെടുത്തിട്ടുള്ളത്. കാരണം ഈ പ്രതിക്ക് ഭാര്യയും 2 മക്കളുമുണ്ട്. സ്വാഭാവികമായിട്ടും ഈ പറയുന്ന മരണപ്പെട്ട ആളുമായിട്ട് കുറേ കാലമായി നല്ല സൗഹൃദത്തിലാണ്. ഒരുപക്ഷെ സൗഹൃദത്തിലുപരിയായിട്ട് മറ്റു ബന്ധങ്ങളും ഉണ്ടാവാം. ആ ഒരു സാഹചര്യത്തിൽ ഇയാൾക്ക് വീണ്ടും കുടുംബജീവിതം മുന്നോട്ട് പോകുന്നതിന് ഈ മരണപ്പെട്ട കുട്ടി ഒരു തടസ്സമാകുമോ എന്നുള്ളൊരു സംശയം അയാൾക്കുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം അത് ചെയ്തിട്ടുള്ളത്. നമ്മോടൊപ്പം ഇപ്പോൾ കൊല്ലപ്പെട്ട യുവതിയുടെ അനിയത്തി ചേരുന്നുണ്ട്. എങ്ങനെയായിരുന്നു ആ സമയത്ത് ഈ ഒരു കേസിന് വേണ്ടിയിട്ട് ഹൈക്കോടതിയിൽ അടക്കം പോകുന്നു, സമയബന്ധിതമായിട്ട് അവസാനിപ്പിക്കണം, ഒരു വിധിയിലേക്ക് വരണം എന്നടക്കമുള്ള നിയമ പോരാട്ടത്തിൻ്റെ ഒരു ഫലമായിട്ടാണ് ഇപ്പോൾ കുറ്റക്കാരനെ കണ്ടെത്തിയത്. ആ നിയമ പോരാട്ടം എങ്ങനെയായിരുന്നു? നമ്മൾ 2022 കുറ്റപത്രം 3 മാസത്തിനുള്ളിൽ തന്നെ സമർപ്പിച്ചു. അപ്പോൾ 90 ദിവസത്തിനുള്ളിൽ സമർപ്പിച്ച് അത് കഴിഞ്ഞപ്പോഴത്തേക്കും പ്രതിയായിട്ടുള്ള വ്യക്തിക്ക് ജാമ്യം കിട്ടുകയുണ്ടായി ഹൈക്കോടതിയിൽ നിന്ന്. അപ്പോൾ പിന്നെ നമുക്ക് വേറെ കേസ് പെട്ടെന്ന് ട്രയൽ കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി വേറെ മാർഗ്ഗം ഇല്ലായിരുന്നതുകൊണ്ട് നമ്മൾ ഹൈക്കോർട്ടിൽ ദയാ ഹർജി കൊടുത്തിരുന്നു. അപ്പോൾ അത് നമുക്ക് അനുകൂലമായിട്ട് വന്നു.
2025 ഫെബ്രുവരിക്കുള്ളിൽ കേസ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് നമുക്ക് ഉത്തരവ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ചില സയൻറ്റിഫിക് എവിഡൻസ് ഒക്കെ വരാനായിട്ടുള്ള ഒരു ഡിലേ ഉണ്ട്. പിന്നെ ഇപ്പോൾ സെപ്റ്റംബർ 23-നുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ള ഒരു ഉത്തരവുണ്ട്. പിന്നെ പ്രോസിക്യൂഷൻ വളരെ നന്നായിട്ട് നമ്മുടെ കൂടെ നിന്നു. പിന്നെ പോലീസ് സാറ്, ACP സാറ്, സനോജ് സാറ്, തമ്പാനൂരിലെ CA ആയിരുന്ന സനോജ് സാറ്, അപ്പോൾ അവരെല്ലാം നമ്മുടെ കൂടെ, പിന്നെ വിറ്റ്നസ്സുകൾ എല്ലാം ഇതുകൊണ്ട് പെട്ടെന്ന് കേസ് കംപ്ലീറ്റ് ചെയ്യാനും ഇന്ന് കോടതി കുറ്റക്കാരനാണെന്ന് അയാൾ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തു. മാക്സിമം ശിക്ഷ തന്നെ വിധിക്കുമെന്നാണ്, മാക്സിമം ശിക്ഷ തന്നെ കിട്ടുമെന്നുള്ളതാണ് വിശ്വാസം. വലിയൊരു നിയമ പോരാട്ടത്തിനാണ് ഇപ്പോൾ അവസാനം വന്നത്. അതെ, നമ്മുടെ കൂടെ ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ ചേരുന്നുണ്ട്. എങ്ങനെയായിരുന്നു സാർ? ഇപ്പോൾ ഒരു 2022-ലാണ് ഇപ്പോഴാണ് അതിനൊരു കുറ്റക്കാരനെന്ന് കണ്ടെത്തിയതും. അപ്പോൾ ആ ഒരു അന്വേഷണ കാലഘട്ടം ഇതിൽ എങ്ങനെയാണ്? സയൻറ്റിഫിക് തെളിവാണ് കൂടുതലും അന്വേഷണത്തെ സഹായിച്ചത്, വിധിയിലടക്കം സഹായിച്ചിട്ടുണ്ടെന്നാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞത്. ആ ഒരു നമുക്ക് ഈ അന്വേഷണം കൃത്യമായി നടത്തി 90 ദിവസത്തിനകത്ത് വെച്ച് കുറ്റപത്രം സമർപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. നല്ല രീതിയിലുള്ളൊരു സൂപ്പർവിഷൻ മേലുദ്യോഗസ്ഥർ, അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണറും അന്നത്തെ DCPയും ഒക്കെ വളരെ കാര്യക്ഷമമായ രീതിയിൽ, വളരെ കാര്യഗൗരവത്തോടു കൂടി ഇത് നോക്കി കാണുകയും, ഒരു സ്ത്രീയെ അവിടെ കൊണ്ടുവന്ന് കൊല ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്തരത്തിലൊരു വലിയ ഒഫൻസ്, അത് സൊസൈറ്റിക്ക് നേരെയുള്ളൊരു ഒഫൻസായിട്ട് കാണുകയും അതിന് ഏറ്റവും ഒരു മാതൃകാപരമായിട്ടുള്ളൊരു ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണമെന്നുള്ളത് വെച്ച് വളരെ കാര്യക്ഷമമായ അന്വേഷണം നടത്തുന്നതിന് ഞങ്ങൾക്ക് പ്രേരണ തരികയൊക്കെ ഉണ്ടായി. അത് കാര്യമായി ചെയ്യാൻ കഴിഞ്ഞു. ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ കൃത്യമായി ശേഖരിക്കാനും അത് പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് അത് കൃത്യമായി കോടതിയെ ബോധിപ്പിക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത. വളരെ സന്തോഷം. കാര്യം ആ വീട്ടുകാരൊക്കെ വളരെ കാര്യമായി ഈ പ്രോസിക്യൂഷൻ നടപടികൾക്ക് പിന്നെ നമ്മുടെ കൂടെ നിൽക്കുകയും സഹകരിക്കുകയൊക്കെ ചെയ്തു. അവരുടെ വലിയൊരു താല്പര്യം ഇതിൻ്റെ പിന്നിലുണ്ട്. പബ്ലിക് പ്രോസിക്യൂട്ടർ ഏറ്റവും നല്ല രീതിയിൽ ഇത് പിന്നെ കേസ് കോടതിയുടെ മുന്നിൽ എത്തിക്കുന്നതിന് സാധിച്ചു എന്നുള്ളതാണ്. അതേപോലെ ഒരു നല്ല ടീം വർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഈ അന്വേഷണത്തിൽ ഉണ്ടായിരുന്നു. ആ ഒരു ടീം വർക്കിൻ്റെയും കൂടി വിജയമായിട്ട് ഇതിനെ കാണാം. പോലീസിന് വളരെ അഭിമാനകരമായ ഒരു നേട്ടമാണ്. കാരണം മുഴുവനായിട്ടും ശാസ്ത്രീയ തെളിവുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് മറ്റ് തെളിവുകൾ, അതായത് മൊബൈൽ ഫോൺ ആയിക്കോട്ടെ, പിന്നെ ഫിംഗർ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ആ ഒരു അന്വേഷണ ഘട്ടത്തിൽ ഈ ഒരു സാഹചര്യ തെളിവ് മാത്രം മുന്നോട്ട് വെച്ചുകൊണ്ട് ഇത്തരത്തിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തുകയാണ്. അതിൻ്റേതായ സാങ്കേതിക തടസ്സങ്ങളുണ്ട്. പക്ഷേ അത് കൃത്യമായി അവതരിപ്പിച്ചു. പക്ഷേ ആ ഒരു തെളിവുകൾ കണ്ടെത്തുന്നതിൽ എത്രത്തോളം ദുഷ്കരമായിരുന്നു. ഇങ്ങനെ ഒറ്റ നോട്ടത്തിൽ ആത്മഹത്യയാണെന്നായിരുന്നു ആദ്യം നിഗമനം, പിന്നീട് കൊലപാതകത്തിലേക്ക് എത്തുകയായിരുന്നു. ഈ കാലഘട്ടം മാറി ഇപ്പോൾ ശാസ്ത്രീയമായ തെളിവുകൾക്ക് വലിയ പ്രാധാന്യമുള്ളൊരു സമയമാണ്. അപ്പം അതിൽ ഫിംഗർ പ്രിൻറ്റുകൾ കൃത്യമായിട്ട് നമുക്ക് ശേഖരിക്കാനും അത് മാച്ച് ചെയ്യാനും സാധിച്ചു എന്നുള്ളതാണ് കൃത്യമായിട്ട്. പിന്നീട് സർക്കംസ്റ്റാൻസസ് കൃത്യമായിട്ട് പ്രൂവ് ചെയ്യാനായിട്ട്, സാഹചര്യം തെളിവുകൾ ശേഖരിക്കാനും പ്രൂവ് ചെയ്യാനുമായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ വളരെ അത് കൃത്യമായി കോടതിക്ക് മുന്നിൽ എത്തിക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് പറയാനുള്ളത്. അത് ഞാൻ പറഞ്ഞ ഒരു വളരെ ഒരു വലിയ എഫർട്ട് എടുക്കണമെന്ന് തോന്നിയതുമായിട്ടുള്ളൊരു കേസാണ്. അത്രയ്ക്കൊരു ഫോളോ അപ്പ് ഈ കേസിലുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വിജയമായിട്ട് ഇതിനെ കാണാൻ കഴിയും. അമ്മ ചേരുന്നു കൊല്ലപ്പെട്ട യുവതിയുടെ ഒരു നിയമ പോരാട്ടത്തിന് ഒരു അവസാനം വന്നിരിക്കുകയാണ്. ഈ ഒരു കുറ്റക്കാരനെന്ന് കണ്ടെത്തിയതിൽ സന്തോഷമുണ്ടോ? വലിയ ശിക്ഷ തന്നെ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾക്ക് നീതി കിട്ടണം. അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയാണ് അവിടെ പങ്കെടുത്തത്. കാരണം വളരെയധികം വികാരധീനമായ ഒരു നിമിഷമാണ്. കാരണം നമുക്കറിയാം 2020-ൽ നടന്ന തലസ്ഥാനത്ത് നടന്ന ഒരു അതിദാരുണമായ ഒരു കൊലപാതകത്തിനാണ് ഇപ്പോൾ വഞ്ചിയൂർ കോടതിയിൽ പരിസമാപ്തിയായിരിക്കുന്നത്. ഇപ്പോൾ കോടതി ശിക്ഷാവിധി ഇന്ന് പ്രഖ്യാപിക്കുന്ന ഒരു പ്രതീക്ഷയിലാണ് കുടുംബവും അന്വേഷണ സംഘവും പബ്ലിക് പ്രോസിക്യൂട്ടർ അടക്കം ചേരുന്നത്. നമുക്ക് അന്വേഷണ സംഘത്തിലെ പോലീസുകാരനും കൂടി ആ ഒരു അന്വേഷണത്തിൻ്റെ വിവരങ്ങൾ എങ്ങനെയായിരുന്നു സാർ? ആ ഒരു അന്വേഷണ ഘട്ടവും നഷ്ടപ്പെട്ടവർക്ക് നീതി കൊടുക്കുക എന്നുള്ളതാണ് പോലീസിൻ്റെ. അത് ഞങ്ങളുടെ ടീം ഓരോരുത്തരും, ഓരോ പോലീസ് ഉദ്യോഗസ്ഥർ, SI രഞ്ജിത്ത് ഇത് അറിഞ്ഞതു മുതൽ SI സുബിൻ, അന്നത്തെ കമ്മീഷണറായിരുന്ന അർജുൻകുമാർ സാർ, അങ്കിത് അശോക് DCP ആയിരുന്ന അങ്കിത് സാർ, അന്ന് നൈറ്റിലുണ്ടായിരുന്ന ACP ആയിരുന്ന പ്രതാപൻ സാർ, എല്ലാത്തിനും സൂപ്പർവൈസ് ചെയ്ത നമ്മുടെ ഷാജി സാർ, അങ്ങനെ ഓരോരുത്തർ, ക്രൈമിലുണ്ടായിരുന്ന ഗോപൻ, നമ്മുടെ ഏറ്റവും ഈ ഫയർ വർക്ക് ചെയ്ത സനോജ്, എല്ലാവരും ഒന്നായിട്ട് ചെയ്തത് ഏറ്റവും അത് സക്സസ്ഫുള്ളായിട്ട് കോടതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യിപ്പിക്കാൻ നമ്മുടെ PPക്ക് പറ്റി. അത് വിജയമാണ്, കൂട്ടായ്മയുടെ വിജയം. അത് നമുക്ക് നേടാൻ പറ്റി.
ഈ നഷ്ടപ്പെട്ടവർക്ക് വിശ്വാസം എപ്പോഴും പോലീസിലുണ്ടായിരുന്നു. ആ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ പോലീസിന് പറ്റും. പോലീസിനെതിരെ ഇപ്പോൾ വളരെയധികം വിമർശനങ്ങൾ വരുന്ന സമയമാണ്. അപ്പോൾ അതിനിടയിൽ ഇത്തരത്തിലൊരു പൊന്തുവലാണ്. കാരണം തലസ്ഥാന നഗരിയിൽ ഇങ്ങനൊരു കൊലപാതകം നടക്കുന്നു, പക്ഷേ അതിൽ കൃത്യമായ ഇടപെടൽ, കൃത്യമായ അന്വേഷണം, സാഹചര്യ തെളിവുകളെ മുൻനിർത്തി മാത്രം ഒരു കേസ് തെളിയിക്കുന്നു. അതൊരു നേട്ടം തന്നെയാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അക്കാലത്ത് ഏറ്റവും ഒരു വിവാദമായിട്ടുള്ളൊരു കേസായിരുന്നു. കാരണം എന്ന് വെച്ചാൽ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനത്ത് ഒരു തലസ്ഥാനത്തുള്ളൊരു ഹോട്ടലിൽ ഇങ്ങനൊരു സംഭവം നടന്നു എന്നുള്ള രീതിയിൽ വലിയ രീതിയിലുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടായ ഒരു കേസായിരുന്നു. അതിന് ഒരു സക്സസ്ഫുൾ ആയിട്ടൊരു പ്രോസിക്യൂഷൻ നടപടി കൊണ്ടെത്തിക്കാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ടെന്നുള്ളതാണ്. അത്തരത്തിലാണ് ഇപ്പോൾ കോടതി നടപടിയിലേക്ക് കടക്കേണ്ടതുണ്ട്. ടോം, 2:45 കോടതി അടുത്ത സെഷൻ ചേരുന്നത്. അതായത് ശിക്ഷാ നടപടികൾ ഇന്ന് തന്നെ പ്രഖ്യാപിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. ഇന്നല്ലെങ്കിൽ തിങ്കളാഴ്ചയോടുകൂടി ഇത്തരത്തിൽ ശിക്ഷാ നടപടികൾ കോടതി വിധിക്കും. എന്തായാലും ഏറ്റവും കടുത്ത ശിക്ഷ തന്നെ, അതായത് ക്യാപിറ്റൽ പണിഷ്മെന്റ് അല്ലെങ്കിൽ ജീവപര്യന്തം ശിക്ഷ നൽകാൻ കഴിയുന്ന ഒരു കേസിലാണ് ഈ ഒരു പ്രതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു പോലീസിനെതിരെ വളരെയധികം വിമർശനങ്ങൾ ഉയരുന്ന സമയത്ത് ഇത്തരത്തിൽ ഈ ഒരു സാഹചര്യ തെളിവുകളും ഫോറൻസിക് തെളിവുകളും മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കേസ് തെളിയിക്കുകയും പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും അതിൽ ഈ ഒരു എല്ലാ ടീം അംഗങ്ങളുടെ എല്ലാം വിജയമായിട്ടാണ്. ഇപ്പോൾ പോലീസുകാരുടെ വാക്കുകൾ തന്നെ നമുക്കറിയാം. ഈ ഒരു ഫോറൻസിക് സംഘത്തിൻ്റെയും മറ്റ് സാഹചര്യ തെളിവുകൾ കണ്ടെത്തിയതും പിന്നെ ഈ പബ്ലിക് പ്രോസിക്യൂട്ടറും പിന്നെ ഈ ഒരു നിയമ പോരാട്ടം നടത്തിയ അനിയത്തിയും അമ്മയും എല്ലാം വികാരധീരമായി നിൽക്കുന്ന ഒരു രംഗമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഒരു ഇത്തരത്തിലുള്ള ഒരു ഇതും ആ ഒരു മരണപ്പെട്ട ഒരു യുവതിയെ തിരിച്ചു കൊണ്ടുവരാനുള്ള വികാരപരമായ കാഴ്ചകളാണ് കോടതിക്ക് മുന്നിൽ കണ്ടത്. നമ്മോട് സംസാരിച്ച കുടുംബാംഗങ്ങൾ, അന്വേഷണ ഉദ്യോഗസ്ഥർ, പ്രോസിക്യൂട്ടർ ഉൾപ്പെടെയുള്ളവരും ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഇന്നത്തെ ഈ ദിവസത്തെ കാണുക. കാരണം അവരെ സംബന്ധിച്ച് ഏറെ നാളത്തെ നിയമ പോരാട്ടം ഇതിന് പിന്നിലുണ്ടായിരുന്നു. പ്രത്യേകിച്ചും കൊല്ലപ്പെട്ട ഗായത്രിയുടെ അനിയത്തിയുടെ നിയമ പോരാട്ടം. ആദ്യം പോലീസ് ഒരു ആത്മഹത്യയാണെന്നത് കണ്ടെത്തുന്നു. അതിനുശേഷം കൊലപാതകമാണ്, ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൊലപാതകമാണെന്ന് കണ്ടെത്തുന്നു. അതിവേഗത്തിൽ തന്നെ പ്രതിക്കുള്ള ഈ കോടതിയുടെ വിചാരണ നടപടികൾ പൂർത്തീകരിക്കണമെന്ന് ഹൈക്കോടതി തന്നെ നിർദ്ദേശം നൽകുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സംഭവം നടന്നത്. കൊലപാതകം നടന്ന് 3 വർഷത്തിനുള്ളിൽ തന്നെ ഈ കേസിൽ പ്രതി കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്ന അല്പസമയത്തിനകം തന്നെ കേസിൽ ശിക്ഷാവിധി ഉണ്ടാകും. മറ്റൊരു വാർത്തയിലേക്കാണ്. ആലപ്പുഴയിൽ വായ്പയ്ക്ക് KSFEയിൽ ഈട് നൽകിയ ആധാരങ്ങൾ ഉപയോഗിച്ച് ജീവനക്കാരൻ തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രതി പിടിയിൽ. KSFE ആലപ്പുഴ അസിസ്റ്റന്റ് ജനറൽ ഓഫീസിലെ സ്പെഷ്യൽ ഗ്രേഡ് അസിസ്റ്റന്റ് രാജീവാണ് അറസ്റ്റിലായത്. 30 ലക്ഷം രൂപയുടെ തട്ടിപ്പ് രാജീവ് നടത്തിയതായാണ് പരാതി. ഈടായി നൽകുന്ന ആധാരങ്ങൾ ഉപയോഗിച്ച് വിവിധ ബ്രാഞ്ചുകളിൽ തട്ടിപ്പ് നടത്തിയ സംഭവം ന്യൂസ് 18 പുറത്തു കൊണ്ടുവന്നത്. ശരണ്യ സ്നേഹജൻ ചേരുന്നു വിവരങ്ങളുമായി. ശരണ്യ പുറത്തു കൊണ്ടുവന്നൊരു വാർത്തയാണിത്. കാരണം ഒരു വായ്പയ്ക്ക് KSFE ഈട് നൽകിയ സാധാരണക്കാരായ ജനങ്ങളുടെ ആധാരങ്ങൾ ഉപയോഗിച്ച് ഒരു ജീവനക്കാരൻ ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തുന്നു. എന്നാൽ കേസിൽ പോലീസ് സമഗ്രമായ അന്വേഷണം നടത്തിയെങ്കിലും പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. എങ്ങനെയാണ് ഈ പ്രതിയിലേക്ക്, രാജീവിലേക്ക് അന്വേഷണ സംഘം എത്തിയത്? ഇനി കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ? ടോമായി കേസുമായി ബന്ധപ്പെട്ട രാജീവിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് CHUവിന്റെ നേതൃത്വത്തിലുള്ള KSFE യൂണിയന്റെ സംസ്ഥാന നേതാവാണ് ഇത്തരത്തിലൊരു തട്ടിപ്പ് ഇവിടെ നടത്തി എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ പോലീസ് പരാതിക്കാരുടെ പരാതിയിന്മേൽ കൂടുതൽ തുടർ നടപടികളിലേക്ക് പോയിരുന്നില്ല. പിന്നീട് അവർ ജില്ലാ പോലീസ് മേധാവിക്കടക്കം പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു മണ്ണഞ്ചേരി പോലീസും സൗത്ത് പോലീസും രാജീവിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാധാരണക്കാരായ നമ്മളുടെ മുന്നിലേക്ക് വന്ന രവീന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ ചായക്കട നടത്തി ഉപജീവന മാർഗം കഴിക്കുന്ന ആളുകളായിരുന്നു. അവരുടെ വീട് നിർമ്മാണത്തിന് വേണ്ടി ഈടായി നൽകിയ ഭൂമിയുടെ ആധാരമാണ് ഇത്തരത്തിൽ തട്ടിപ്പിനായി രാജീവ് ഉപയോഗിച്ചത് എന്നുള്ളതാണ്. അത് KSFEയുടെ ഈവനിംഗ് ബ്രാഞ്ചിൽ നൽകിയ ആലപ്പുഴ ഈവനിംഗ് ബ്രാഞ്ചിൽ നൽകിയ ആധാരം സ്വന്തം ഭാര്യയുടെയും ഒപ്പം തന്നെ അമ്മയുടെയും ഒക്കെ പേരിൽ ചിട്ടികൾക്ക് ഈടായി ഇയാൾ വെച്ചു എന്നുള്ളതാണ്. ആ ചിട്ടിക്ക് തിരിച്ചടവ് മുടങ്ങിയതോടുകൂടി ഈ വായ്പ ഈ ഈടായി വെച്ച ഭൂമി ജപ്തിയിലേക്ക് വന്നു എന്നുള്ളതാണ്. അങ്ങനെ 2 ആളുകളുടെ രേഖകൾ ഇത്തരത്തിൽ ഉപയോഗിച്ചു എന്നുള്ള വിവരം നമുക്ക് ലഭ്യമാകുന്നു. അങ്ങനെ നടത്തിയ അന്വേഷണത്തിൽ ഇതിനകത്ത് ഈ രേഖകൾ പ്രകാരം ഈ 2 പേർക്കും ജപ്തി അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് KSFE നീങ്ങുന്നു എന്നുള്ളത്. അതായത് പണമടച്ച ആളുകൾക്ക് ആണ് വായ്പയ്ക്കായി പണമടച്ച രവീന്ദ്രനും സുമയും ഉൾപ്പെടെയുള്ള ആളുകൾക്ക്
അവരുടെ വായ്പയുടെ തുക മുഴുവനായി അടച്ചിട്ടും ഇത്തരത്തിൽ ആധാരം മറ്റ് വ്യവഹാരങ്ങൾക്ക് ഈടായി വെച്ചതോടുകൂടി അവർ ബാധ്യതയിലേക്ക് പോവുകയും ജപ്തി നോട്ടീസ് അടക്കം ഈ കുടുംബങ്ങൾക്ക് മുഴുവനായി തുക KSFക്ക് നൽകിയ കുടുംബങ്ങൾക്ക് വരികയും ചെയ്തിരുന്നു. തുടർന്ന് നമ്മളുടെ വാർത്തയുടെ അടിസ്ഥാനത്തിൽ തന്നെ KSF ഇയാളെ സസ്പെൻഡ് ചെയ്തിരുന്നു. മറ്റ് തുടർ നടപടികൾക്കായി KSFയുടെ വിജിലൻസ് വിഭാഗവും ഇത് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ രാജീവ് ഇപ്പോൾ അറസ്റ്റിലാണ്. പക്ഷേ ഇയാളുടെ അമ്മയും ഭാര്യയും അടക്കമുള്ള ആളുകളുടെ പേരിൽ ഭാര്യ സർക്കാർ ജീവനക്കാരിയാണ്, അവരുടെയൊക്കെ പേരിൽ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുമെന്ന് ഈ കുടുംബങ്ങൾ ആരോപിക്കുന്നുണ്ട്. അവരും ഒക്കെ ഇതിന് പ്രതികളാക്കണം എന്നുള്ള ആവശ്യം ഉന്നയിക്കപ്പെടുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു ബ്രാഞ്ചിലിരുന്ന ആധാരം മറ്റൊരു ബ്രാഞ്ചിലേക്ക്, അതായത് ടൗൺ ബ്രാഞ്ചിൽ നിന്നും കലവൂർ ബ്രാഞ്ചിലേക്ക് ആണ് ഇയാൾ ഈടായി വെച്ചിട്ടുള്ളത്. അതെങ്ങനെ പോയി എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം ഇതുവരെ നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കൂടുതൽ ആളുകൾ ഉണ്ടോ എന്നുള്ള സംശയത്തിലാണ് ഇപ്പോൾ പോലീസ് മുന്നോട്ട് പോകുന്നത്. യെസ്, ശരണ്യ, ഈ കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന കാര്യത്തിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഇയാളുടെ ബന്ധുക്കൾക്ക് അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഈ KSFയിലെ മറ്റ് ജീവനക്കാർക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് പങ്കുണ്ടോ, അതിലേക്ക് പോലീസിൻ്റെ അന്വേഷണം ഇനി എങ്ങനെയാണ് നീങ്ങുന്നത്? കാരണം ഈ മുഖ്യപ്രതിയെ പിടികൂടിയ സാഹചര്യത്തിൽ കേസിൽ കൂടുതൽ വ്യക്തത ഉണ്ടാകില്ലേ? ആധാരത്തിന്റെ യഥാർത്ഥ ഉടമകൾ തന്നെ തന്റെ ചിട്ടിക്കും ഈടായി അവരുടെ ആധാരം നൽകുന്നതിനായി ഒപ്പിട്ട് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇത് അങ്ങനെയല്ല. രാജീവ് ഇവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഇവർ പോലും അറിയാതെ ഇവരുടെ വായ്പകളുമായി ബന്ധപ്പെട്ടുള്ള പേപ്പറുകളാണെന്നുള്ള രീതിയിൽ ഇവരിൽ നിന്നും ചില പേപ്പറുകൾ ഒപ്പിട്ട് വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു ഓഫീസിൽ ഇപ്പോൾ തട്ടിപ്പ് നടത്തിയിരിക്കുന്ന ആൾ KSFയുടെ ജീവനക്കാരൻ തന്നെയാണ് എന്നുള്ളതാണ്. അയാള് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് ആലപ്പുഴ ടൗൺ ബ്രാഞ്ചിൽ നിന്നും എടുത്തിരിക്കുന്ന ഈവനിംഗ് ബ്രാഞ്ചിൽ നിന്നും എടുത്തിരിക്കുന്ന രേഖകൾ ഉപയോഗിച്ച് ഇയാളുടെ സ്വന്തം നാടായ കലവൂരിലാണ് ഉള്ള KSF ഓഫീസിൽ കൊണ്ടുവന്നാണ് ഇതിനും ഈടായി 2 ആധാരങ്ങളും ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ രാജീവിനെ അറിയാവുന്ന KSF ജീവനക്കാരാണ് കലവൂർ ബ്രാഞ്ചിലുള്ളത്. ഒപ്പം തന്നെ രാജീവുമായി ഈ ചിട്ടികളെല്ലാം തന്നെ രാജീവിന്റെ ഭാര്യയുടെയും അമ്മയുടെയും പേരിലാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ 30 ലക്ഷം രൂപയോളം ഇയാൾ പിടിച്ച ഇനത്തിലുണ്ടെന്നും അത് KSFക്ക് ഇയാൾ തിരിച്ചടവ് ഇല്ലാതായതോടുകൂടി ഈ ഈടായി വെച്ചിട്ടുള്ള ആധാരങ്ങളുടെ പേരിലേക്ക് ജപ്തി നടപടികളിലേക്ക് KSF കടന്നപ്പോൾ മാത്രമാണ് ഈ കുടുംബാംഗങ്ങൾ തങ്ങളുടെ ആധാരം ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം തിരിച്ചറിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കലവൂർ ബ്രാഞ്ചിൽ ഈ രാജീവ് ഇത്തരത്തിൽ ഒരു ആധാരം കൊണ്ടുവരുമ്പോൾ യാതൊരുവിധ സംശയവും ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായില്ലേ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. ഒപ്പം തന്നെ കലവൂർ ബ്രാഞ്ചിൽ നിന്നും കലവൂർ ബ്രാഞ്ചിൽ ഈ തട്ടിപ്പിനിരയായ ആളുകൾ തന്നെ നേരിട്ട് ചെന്ന് തങ്ങൾ ഇങ്ങനെ തട്ടിപ്പിനിരയായിട്ടുണ്ട് എന്നുള്ള വിവരം അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ അറിയിച്ച ആ ബ്രാഞ്ചിൽ നിന്നും എന്തുകൊണ്ട് മേൽ ഓഫീസുകളിലേക്ക് മറ്റ് നടപടിക്രമങ്ങളിലേക്ക് ഇത് പോയില്ല എന്നുള്ളത് വലിയ ചോദ്യമാണ്. എന്തായാലും ഇതൊരു കൂട്ടായ തട്ടിപ്പാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് പോലീസ് അന്വേഷിച്ചു വരികയാണ്. യെസ്, വ്യക്തമാണ്. ശരണ്യ സ്നേഹജനാണ് ആലപ്പുഴയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിലെ KSF തട്ടിപ്പ് കേസിലാണ് മുഖ്യപ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ധർമ്മസ്ഥല ക്ഷേത്രത്തിനെതിരെ ഗൂഢാലോചന എന്ന വാദം പൊളിയുന്നു. ഇതുവരെയും തെളിവുകൾ കണ്ടെത്താനായിട്ടില്ലെന്ന് SIT ഹൈക്കോടതിയിൽ പറഞ്ഞു. ഗൂഢാലോചന സാധ്യത മാത്രമാണ് അന്വേഷിച്ചതെന്നും SIT കോടതിയിൽ വ്യക്തമാക്കി. അതേസമയം കേസ് പരിഗണിക്കവേ മുൻ ശുചീകരണ തൊഴിലാളി ചിന്നയ്യയുടെ മൊഴി രേഖപ്പെടുത്താത്തതിൽ ജസ്റ്റിസ് നാഗപ്രസന്ന രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഈ കേസിൽ പല രീതിയിലുള്ള അട്ടിമറി നീക്കങ്ങളും ഉണ്ടായതാണ്. ഈ ചിന്നയ്യെ പ്രതിയാക്കുന്നു, അറസ്റ്റ് ചെയ്യുന്നു, ആക്ഷൻ കമ്മിറ്റി അംഗങ്ങളെ പ്രതി ചേർക്കാനുള്ള നീക്കം, അവരെ സമ്മർദ്ദം ചെലുത്തുന്നു, തുടർച്ചയായിട്ടുള്ള ചോദ്യം ചെയ്യൽ. പക്ഷേ ആക്ഷൻ കമ്മിറ്റി അവരുടെ പോരാട്ടത്തിൽ നിന്നും പിന്നോട്ട് പോയില്ല. ഇപ്പോഴും ശക്തമായി തന്നെ ഈ കേസിൽ ഇരകൾക്ക് നീതി ലഭിക്കണമെന്ന ആവശ്യവുമായി ആക്ഷൻ കമ്മിറ്റി മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ എന്താണ് SITയുടെ ഒടുവിലത്തെ കണ്ടെത്തൽ? കാരണം കഴിഞ്ഞ ദിവസങ്ങളിലും ബംഗളഗുഡയിൽ നിന്ന് കൂടുതൽ അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിനിടെയാണ് ഈ ധർമ്മസ്ഥല ക്ഷേത്രത്തിനെതിരെ ഈ ഗൂഢാലോചന നടന്നു എന്ന രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നു. പക്ഷെ ആ വാദം പൊളിയുന്ന സാഹചര്യമുണ്ടായി. ഇതുവരെ യാതൊരു തെളിവും കണ്ടെത്താനായിട്ടില്ലെന്ന് SIT വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട SIT ഹൈക്കോടതിയിൽ
വ്യക്തമാക്കിയത്. ടോമെ, പുതിയ സാക്ഷികളായ പുരന്ദര ഗൌഡ അതുപോലെ തന്നെ തുക്കാറാം ഗൌഡ എന്നിവർ സമർപ്പിച്ച റിട്ട് ഹർജി പരിഗണിക്കവെയാണ് ജസ്റ്റിസ് നാഗപ്രസന്ന വളരെ നിർണായകമായ ഈ SIT ഇവരുടെ മുന്നിൽ വളരെ നിർണായകമായ ഒരു മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നു. അതായത് നേരത്തെ ഒക്കെ ഉയർന്നു വന്നത് ധർമ്മസ്ഥലയിൽ ഈ ക്ഷേത്രത്തെ തകർക്കാനുള്ള വലിയ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നാണ്. അത് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഉൾപ്പെടെ ഇത്തരത്തിൽ ഫണ്ടുകൾ വരുന്ന ഉൾപ്പെടെയുള്ള വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇതെല്ലാം പൊളിക്കുന്ന, ഈ വാദങ്ങളെല്ലാം പൊളിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ SIT ഹൈക്കോടതിയിൽ ബോധിപ്പിച്ചിട്ടുള്ളത്. അതായത് ധർമ്മസ്ഥല ക്ഷേത്രത്തെ ഏതെങ്കിലും തരത്തിൽ തകർക്കാൻ ഗൂഢാലോചന നടന്നതിന് ഒരു തെളിവും ലഭിച്ചിട്ടില്ല എന്ന് SIT ഇപ്പോൾ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നു. ഗൂഢാലോചന സാധ്യത മാത്രമാണ് പരിശോധിച്ചതെന്നും SIT പറയുന്നു. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ ആരോപണം ഉയർന്നിരുന്നു. ഇത്തരത്തിൽ അൽ ജസീറ ഉൾപ്പെടെയുള്ള ആളുകൾ ഇടപെട്ടു, അത്തരത്തിൽ പാകിസ്ഥാനിൽ നിന്ന് വരെ ഫണ്ട് വന്നു എന്ന് ഉൾപ്പെടെയുള്ള വലിയ ഗുരുതരമായ ആരോപണമാണ് ആക്ഷൻ കമ്മിറ്റി ഉൾപ്പെടെ വന്നിരുന്നത്. അതെല്ലാം പൊളിയുന്ന രീതിയിലാണ് ഇപ്പോൾ SITയുടെ ഈ ഒരു പുതിയ വെളിപ്പെടുത്തൽ. അതായത് ഈ കാര്യത്തിൽ ഒരു ഗൂഢാലോചനയും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. അതോടൊപ്പം കൂട്ടി ചേർക്കേണ്ടത്, ഈ ചിന്നയ്യ ഇപ്പോൾ SIT അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അതായത് ഈ ഹാജരാക്കിയ തലയോട്ടി വ്യാജമാണ് എന്ന ഒരു കാരണത്താൽ താൻ, അതായത് ശുചീകരണ തൊഴിലാളി അല്ല അത് കുഴിച്ചെടുത്ത എന്ന ഒരു ആരോപണത്താലാണ് ഇത്തരത്തിൽ ഇയാളെ അറസ്റ്റ് ചെയ്തത്. ആ ശുചീകരണ തൊഴിലാളി ചിന്നയ്യയുടെ മൊഴി എന്തുകൊണ്ട് ബെൽത്തങ്ങാടി കോടതിയിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് വളരെ നിർണായകമായ ഒരു ചോദ്യം കൂടി ഈ ഹൈക്കോടതി ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ സംഭവത്തെ, ഈ കേസിൽ ഇപ്പോൾ നിരവധി ഇത്തരത്തിൽ മൃതദേഹ അവശിഷ്ടങ്ങളാണ് ബംഗളഗുഡ കേന്ദ്രീകരിച്ച് നടത്തുന്ന പരിശോധനയിൽ ലഭിച്ചിട്ടുള്ളത്. അതായത് ഒരു ദിവസം മാത്രം 9ഓളം അസ്ഥികൂടങ്ങൾ ലഭിച്ചു. അതിൽ കുട്ടികളുടേതുണ്ട്, സ്ത്രീകളുടേതുണ്ട്. അത്തരത്തിൽ ഓരോ ദിവസവും കൂടുതൽ മൃതദേഹ അവശിഷ്ടങ്ങൾ ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം പുതുതായി വന്ന ഈ 2 സാക്ഷികൾ പ്രധാനമായും ഹൈക്കോടതിയെ ബോധിപ്പിച്ചത് തങ്ങൾക്കറിയാം ഏത് സ്ഥലത്താണ് ധർമ്മസ്ഥലയിൽ ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുള്ളതെന്ന്. അത് പുറത്ത് എടുക്കാനും അത് ചൂണ്ടിക്കാട്ടുന്ന സ്ഥലത്ത് SIT പരിശോധിക്കാനും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഇവർ ഹർജി ഇത്തരത്തിൽ നൽകിയിരുന്നത്. ഏതായാലും ഹൈക്കോടതി അതുകൂടി ഇപ്പോൾ SITക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഏറ്റവും സുപ്രധാനം അതാണ്, ഈ 2 സാക്ഷികൾ ചൂണ്ടിക്കാട്ടുന്ന ഇടങ്ങളിൽ പരിശോധന നടത്തണം, കുഴിച്ച് പരിശോധന നടത്തണം, അവിടെ മൃതദേഹങ്ങൾ ഉണ്ടോ എന്ന് പരിശോധന നടത്തണം എന്ന വളരെ നിർണായകമായ ഒരു നിർദ്ദേശം കൂടി SITക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങളിൽ ഇനി SIT, അതായത് നമ്മൾ ആദ്യഘട്ടത്തിൽ കണ്ടതുപോലെ വലിയ തോതിലുള്ള പരിശോധന, ചിന്നയ്യ ചൂണ്ടിക്കാട്ടുന്ന സ്ഥലങ്ങളിൽ ഏത് രീതിയിലാണോ പരിശോധന നടത്തിയത്, സമാനമായ രീതിയിൽ പുതിയ 2 സാക്ഷികൾ ചൂണ്ടിക്കാട്ടുന്ന സ്ഥലങ്ങളിൽ കൂടി പരിശോധന നടത്തേണ്ട സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ധർമ്മസ്ഥലയിൽ നിന്നും പുറത്തു വരുന്നത്, ഇപ്പോൾ കണ്ടെത്തിയ 9ഓളം ഇത്തരത്തിലുള്ള മൃതദേഹ ആവശ്യങ്ങൾ, അത് നേരത്തെയൊക്കെ പ്രചരണം ഉണ്ടായത് ഇത് ആത്മഹത്യ ചെയ്തതാകാമെന്നതായിരുന്നു. പക്ഷേ ആത്മഹത്യ ചെയ്ത മൃതദേഹങ്ങളല്ല എന്ന ഒരു ഫോറൻസിക് പ്രാഥമിക പരിശോധനാ ഫലം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഒരു കൊലപാതക സാധ്യത തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വളരെ നിർണായകമാകും ഇനി വരും ദിവസങ്ങളിൽ. ഇതുവരെ ഈ മഹേഷ് ഷെട്ടി, തിമ്രോടി, ജയന്ത്, മനാഫ് തുടങ്ങി ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളെല്ലാം SIT ദിവസങ്ങളോളം ചോദ്യം ചെയ്തു. ഒരു ഗൂഢാലോചനയും കണ്ടെത്താനായിട്ടില്ല എന്ന് മാത്രമല്ല, മനാഫിൽ നിന്നും ഒക്കെ വലിയ നിർണായകമായ തെളിവുകൾ ഉൾപ്പെടെ SITക്ക് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് കേസിന് സഹായകരമായ തെളിവുകൾ പോലും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളിൽ നിന്നും ലഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങളിൽ എങ്ങനെയാണോ ആദ്യഘട്ടത്തിൽ ധർമ്മസ്ഥലയിൽ പരിശോധന ഉണ്ടായത്, അതേ രീതിയിലുള്ള ഒരു പരിശോധന ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. ഏതായാലും ബംഗളഗുഡ കേന്ദ്രീകരിച്ചുള്ള പരിശോധന ഇപ്പോഴും SIT തുടരുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനം. ഈ മേഖലകളിൽ ഒരുപാട് മൃതദേഹങ്ങൾ, അത് കുടിച്ചിട്ട നിലയിൽ മാത്രമല്ല ഉപരിതലത്തിൽ ചിതറിക്കിടക്കുന്ന രീതിയിലൊക്കെ ഒരുപാട് മൃതദേഹങ്ങൾ, അവശിഷ്ടങ്ങൾ അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. ഏതായാലും പുറത്തു നിന്നും ആരെയും ഈ ബംഗളഗുഡയെ അകത്തേക്ക് കയറ്റിവിടുന്നില്ല. ഇത് മുഴുവൻ SITയുടെ. അങ്ങനെയെങ്കിൽ ബൈജു, ഇപ്പോഴും ചിന്നയ്യ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. ഇയാളെ ജാമ്യത്തിൽ വിടേണ്ട നടപടികളിലേക്ക് കടക്കേണ്ടതല്ലേ? അതിനായി ആക്ഷൻ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും നീക്കങ്ങൾ നടക്കുന്നുണ്ടോ? അതോ ഈ ചിന്നയ്യ ഇപ്പോഴും പ്രതിയാണ്, ഗൂഢാലോചന നടത്തിയതാണ്, അയാൾ പറഞ്ഞത് വ്യാജമാണ് എന്ന നിലപാടിലാണോ SIT ഉള്ളത്? ടോമെ, ഇത് ഈ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ ചിന്നയ്യ ആദ്യം തന്നെ
164 മൊഴി കൊടുക്കുമ്പോൾ പ്രധാനമായും പറഞ്ഞത് തന്റെ ഐഡന്റിറ്റി പുറത്തു വിടരുത്, തനിക്ക് അവന് ഭീഷണിയുണ്ടെന്നാണ്. ഏതായാലും ഇതാരാണ് ഈ ആള് എന്നതൊക്കെ തെളിഞ്ഞിരിക്കുന്നു. ചിന്നയ്യ എന്ന പേര് പുറത്തു വന്നിരിക്കുന്നു. ആ സാഹചര്യത്തിൽ ഇയാളെ ജാമ്യത്തിലിറക്കി പുറത്ത് ഇറങ്ങിയാൽ ഇയാൾക്ക് ജീവന് അപകടം ഉണ്ടാകും. അത് മാത്രമല്ല ഇയാളെ സംരക്ഷിക്കാൻ ആക്ഷൻ കമ്മിറ്റിക്ക് വലിയ ബുദ്ധിമുട്ടാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഒരു വലിയ ഇടപെടൽ ആക്ഷൻ കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഇല്ല. മംഗളൂരുവിലെ സെൻട്രൽ ജയിലിലാണ് ഇയാളിപ്പോൾ ചിന്നയ്യ ഇപ്പോൾ ഉള്ളത്. അവിടെ ചിന്നയ്യ സുരക്ഷിതനായിരിക്കുമെന്ന ഒരു ചിന്തയാണ് ആക്ഷൻ കമ്മിറ്റി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇയാളുടെ ജാമ്യഹർജി തള്ളുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്തായാലും ചിന്നയ്യ പുറത്തിറങ്ങിയാൽ അയാളുടെ ജീവന് ഭീഷണിയുണ്ട് എന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇയാളെ പുറത്തേക്ക് ഇപ്പോൾ ഇറക്കുന്ന കാര്യത്തിൽ ആക്ഷൻ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്ന് ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. ആക്ഷൻ കമ്മിറ്റി പറയുന്നത് തങ്ങൾ നേരത്തെ ഉന്നയിച്ച ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നു. ആ പ്രദേശങ്ങൾ, അതായത് ധർമ്മസ്ഥലയുടെ പരിസര പ്രദേശങ്ങളിൽ ഒരുപാട് ഇത്തരത്തിൽ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. അതെല്ലാം കണ്ടെത്തേണ്ടതുണ്ട്. അത് വളരെ വേഗത്തിൽ കണ്ടെത്തണം. ഇപ്പോൾ പുതുതായി ഈ ചിന്നയ്യയെക്കാളും വലിയ സാക്ഷികൾ, അതായത് വിറ്റൽ ഗൌഡ എന്ന് പറയുന്ന ഈ കൊല്ലപ്പെട്ട സൗജന്യയുടെ അമ്മാവൻ, അതുകൂടാതെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച 2 പുതിയ സാക്ഷികൾ, ഇങ്ങനെ ഇവരെ ഉൾപ്പെടുത്തി പരിശോധന നടത്താൻ, ഇവർ ചൂണ്ടിക്കാട്ടുന്ന സ്ഥലത്ത് പരിശോധന നടത്താനാണ് ഇപ്പോൾ കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വ്യക്തമാണ്. കെ വി ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. ധർമ്മസ്ഥല ക്ഷേത്രത്തിനെതിരെ ഗൂഢാലോചനയുണ്ടായി എന്ന വാദമാണ് പൊളിയുന്നത്. SIT ഇതുമായി ബന്ധപ്പെട്ടെന്ന് ഹൈക്കോടതിയിൽ നിലപാട് വ്യക്തമാക്കി. ഇതുവരെയും ഇതുമായി ബന്ധപ്പെട്ട്, ഈ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് യാതൊരു തെളിവും കണ്ടെത്താനായിട്ടില്ലെന്നാണ് SIT പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.